അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ രഘുനാഥൻ പിള്ളയാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഒരു നായർ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൽ യേശു കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്ന തൻ്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഇന്ന് ഡൽഹിയിലെ കുടുംബമായി പാർത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവദാസൻ പ്രേക്ഷകരോടൊപ്പം തുടർന്ന് സംസാരിക്കുന്നു. അരോമ ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും ഇതൊരു അനുഗ്രഹമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യണം. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം തിങ്കളാഴ്ച വൈകുന്നേരങ്ങളിൽ 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രഘുനാഥൻ പിള്ളയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഇതുവരെയും അനുഗ്രഹിച്ചു, സഹായിച്ചു. പ്രത്യേകാൽ എനിക്കിങ്ങനെ ഒരു അവസരം തരുവാൻ കർത്താവ് എനിക്ക് തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. വിശേഷാൽ അരോമ ടി വിയുടെ ഫൗണ്ടർ പ്രസിഡന്റ് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ എന്നെ പരിചയപ്പെടുത്തിയ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ KT ജോസഫ് മധ്യപ്രദേശിൽ നിന്നും, അതോടൊപ്പം തന്നെ എന്നെ ഇന്ന് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുവിന്റെ സ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. അടിയന്റെ ഈ ടെസ്റ്റമണിയും അതോടൊപ്പം തന്നെ ഞാൻ എന്തെല്ലാം പറയാൻ പോകുന്നു അതെല്ലാം അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ദേവദാസൻ പരിചയപ്പെടുത്തിയതുപോലെ പാസ്റ്റർ രഘുനാഥൻ പിള്ളൈ. ഞാൻ ഒരു യാഥാസ്ഥിക നായർ കുടുംബത്തിൽ നിന്നും കർത്താവിനെ ഏതാണ്ട് 24 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. എൻ്റെ വൈഫിൻ്റെ പേര് പുഷ്പ ലത എന്നാണ്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്തത് മകളാണ്, ഇളയത് മകനാണ്. മോള് ടീച്ചറായിട്ടും വർക്ക് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ സെയിം ടൈം മോള് പഠിക്കുകയും ചെയ്യുന്നു. മോൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2 പേരും എന്നോട് ചേർന്ന് കർത്താവിന്റെ വേലയിൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ അല്പനേരം എൻ്റെ സാക്ഷ്യം, ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ അല്പനേരം പ്രസ്താവിക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ നസഫ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഏതാണ്ട് ഹരിയാനയുടെ ഡൽഹിയുടെ ബോർഡർ ആകുന്ന സ്ഥലത്ത് ഏതാണ്ട് 21 വർഷമായിട്ട് ഞാൻ നോർത്ത് ഇന്ത്യക്കാരുടെ ഇടയ്ക്ക് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അനേക പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിലും അവിടെ നിന്നൊക്കെ ദൈവം ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇന്നയോളം ഞങ്ങളെ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഗൾഫിൽ ഏതാണ്ട് ഒരു 10 വർഷത്തോളം എനിക്ക് ജോലി ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. എന്നാൽ ആ സമയമൊക്കെയും എനിക്ക് യേശുവിനോട് ഒരല്പം സ്നേഹവും ബഹുമാനവും കരുതലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിൻകാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ വന്ന ചില സർട്ടൻ ഇഷ്യൂസ്, ട്രാജഡികൾ എന്നെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ കർത്താവിലേക്ക് വരുവാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു യാഥാസ്ഥിക ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്നു. എന്നാൽ ഒരു യാഥാസ്ഥിക ഹിന്ദു കുടുംബത്തിൽ ഉണ്ടാകുന്ന എല്ലാ റിച്വൽസും എല്ലാ തരത്തിലുള്ള പൂജാകാര്യങ്ങളും ഒക്കെ ചെയ്തു പോന്നു. ഞങ്ങൾ ആ നിലയിലുള്ള ആത്മീയ കാര്യങ്ങളൊക്കെ വളരെ പരിപക്വതയുള്ളവരായിത്തീർന്നുവെങ്കിലും ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിൽ ഇതൊന്നും ഞങ്ങളെ സഹായിപ്പാൻ ഇടയായില്ല. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു കൃഷി കുടുംബത്തിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ കടന്നു വന്നത്. കുടുംബം വലുതാണ്, കൃഷിയൊക്കെ ധാരാളമായിട്ടുണ്ട്. എങ്കിൽ തന്നെയും വളരെ ഒരു പ്രയാസഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. പെങ്ങന്മാരില്ല. എല്ലാവരും അവരുടേതായ നിലയിൽ ആയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത്
എൻ്റെ പിതാവ്, ഞാനാണ് എൻ്റെ കുടുംബത്തിൽ കുറച്ചും കൂടെ ഒരു കുടുംബത്തോടൊരു അറ്റാച്ച്മെന്റും, കുടുംബത്തിനെ ഉയർത്തണം, സഹോദരന്മാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് ഞാൻ കുടുംബത്തെ കൂടുതൽ നോക്കാനും അധ്വാനിക്കാനും എൻ്റെ നന്മയിലൊക്കെ ഒരുപാട് നന്മകൾ എൻ്റെ കുടുംബത്തിന് കൊടുക്കാനിടയായി, സഹോദരങ്ങൾക്ക് കൊടുക്കാനിടയായി. അങ്ങനെ ഒരു നല്ലൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഞാൻ മുമ്പോട്ട് വളർന്നു വന്നത്. അപ്പോൾ സാമ്പത്തികമായ പ്രയാസങ്ങളും ഒക്കെ ധാരാളമായിട്ടുണ്ടായ സമയത്ത് എൻ്റെ അച്ഛൻ വിചാരിച്ചു, എന്നാൽ ഇവനെ ഏതെങ്കിലും ഒരു ഏജന്റിനെ പിടിച്ചൊരു ഗൾഫിൽ ഇവനെ അയച്ചാല്, കാരണം തീർച്ചയായിട്ടും കുടുംബത്തെ നോക്കുന്നവൻ ഇവനാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ മകൻ ഞങ്ങളുടെ കുടുംബത്തിന് എപ്പോഴും ഒരു അത്താണിയായി തീരും എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി എൻ്റെ പിതാവ് അല്പം പൈസയൊക്കെ കടപ്പെടുത്തി എന്നെ ഗൾഫിലേക്ക് അയക്കുവാൻ അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു. പക്ഷെ ആ യാത്രയെ, ആ ഒരു പ്രയത്നം വളരെ ഫലവത്തായില്ല. കാരണം ആ ഏജന്റ് ഞങ്ങളെ ഒരുപാട് കളിപ്പിച്ചു, എന്നെ കളിപ്പിച്ചു. ഞാൻ 6 മാസത്തോളം ഞാൻ ബോംബെ പട്ടണത്തിൽ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അത് മറ്റൊന്നുമല്ല, ഏജന്റ് കളിപ്പിച്ചു. പിന്നെ അതിന് പിന്നിൽ ഒരുപാട് പൈസ വീണ്ടും ചിലവഴിക്കേണ്ടി വന്നു. ഈ പൈസ എല്ലാം കടങ്ങൾ എടുത്ത പലിശയ്ക്ക് വാങ്ങിച്ചാണ് ഇതെല്ലാം എൻ്റെ പിതാവ് എനിക്ക് ചിലവഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കടഭാരങ്ങൾ കൂടി. അങ്ങനെ വലിയൊരു പ്രയാസഘട്ടത്തിലൂടെ കൂടെ ഒക്കെ കടന്നു വന്നു. എന്നാൽ ആ സമയം ഞങ്ങളൊക്കെ ഹിന്ദുക്കളായിരുന്നു. ഞങ്ങള് ഹിന്ദു രീതി അനുസരിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് എനിക്ക് പ്രത്യക്ഷ എനിക്ക് അനുഭവമില്ല. താമരക്കുടിയിൽ നിന്ന് ആനയെ കൊണ്ടുവന്ന് ഗണപതി ഹോമം വരെ എൻ്റെ വീട്ടിൽ നടത്തി. കടത്തിന്റെ മേൽ കടം, പ്രയാസഘട്ടത്തിൽ കൂടെ പോകുമ്പോഴും അത്തരണത്തിലുള്ള പൂജാകാര്യങ്ങൾക്കോ ഒന്നും കുറവ് വരുത്താതെ തൻ്റെ മകന് വേണ്ടി, തൻ്റെ മകന്റെ നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടി ഒരു പിതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ അദ്ദേഹം ചെയ്തു. എന്നാൽ അതിനകത്തൊന്നും വലിയൊരു അനുഭവം, ഒരു വലിയ വിടുതല് കാണാൻ പറ്റാതെ വന്നതുകൊണ്ട് ഞാനും മാനസികമായിട്ട് വളരെയധികം തളർന്നു. ഞാൻ ചിന്തിക്കാൻ ഇടയായി തീർന്നു. ഞങ്ങൾ 5 പേരാണല്ലോ, ഞങ്ങൾ 5 പേരാണ്. അപ്പൊ അതിനകത്ത് ഒരു മകൻ നഷ്ടപ്പെട്ടാലും പിന്നെയും 4 മക്കളുണ്ട്. ഈ 4 മക്കൾക്കകത്ത് ആരെങ്കിലുമൊക്കെ അച്ഛനും അമ്മയ്ക്കും സഹായമായിട്ട് നിൽക്കും, അവരുടെ ഭക്ഷണ കാര്യങ്ങളും ഒക്കെ നടത്തും. അതുകൊണ്ട് ഞാൻ മരിച്ചു പോയാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ കുടുംബത്തിനും കുഴപ്പമില്ല. അപ്പൊ അത്രമാത്രം ഒരു വലിയ പ്രയാസഘട്ടത്തിൽ കൂടെ, കുറച്ചും കൂടെ വിസ്താരമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 6 മാസം ഞാൻ 3 നേരവും ഭക്ഷണം കഴിച്ചിട്ടില്ല. ബോംബെ പട്ടണത്തിലെ തെരുവിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു. അത് ഒരു നേരം ഭക്ഷണം കഴിക്കും. പിന്നെ ഹോട്ടലിലെ പൈസ കൊടുക്കണം, ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ഒരു വളരെ ട്രാജഡി, അങ്ങനെ ഒരു വലിയ പ്രയാസഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വളരെ നിരാശനായി ഒരല്പമൊക്കെ മദ്യം കഴിക്കാൻ തുടങ്ങി. എന്നാലും അങ്ങനെ ഒരു ഹാബിച്വൽ ആയിട്ടല്ല, അങ്ങനെ പലരെ കൂട്ടുകെട്ടിക്കൂടെ ഒക്കെ അങ്ങനെ പോയി. അങ്ങനെ ലൈഫ് ഏതാണ്ട് ഒരു 100% ഒരു സ്പോയിലായി തീർന്നു, നഷ്ടപ്പെട്ടു. എൻ്റെ യൂത്ത്, എൻ്റെ യൗവനം, എൻ്റെ പ്രതീക്ഷ, എൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളൊന്നും എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്നൊരു തോന്നൽ എൻ്റെ ഹൃദയത്തിൽ വരികയും, കാരണം പരിശ്രമങ്ങളെല്ലാം ഫെയിലായിക്കൊണ്ടിരിക്കുക. ഒരു തരത്തിലും ഗൾഫിൽ പോകാൻ പറ്റുന്നില്ല, വിസ എക്സ്പയർ ആയി, പാസ്പോർട്ട് എക്സ്പയർ ആയി. അങ്ങനെ വളരെ പ്രയാസത്തിൽ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, ഞാൻ എന്താ മരിച്ചു കളയാം എന്നുള്ള ഒരു ചിന്താഗതി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നാൻ തുടങ്ങി. എന്നാൽ ആ സമയത്തൊക്കെ നമുക്കറിയാമല്ലോ, ശൈത്താൻ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ചെറുപ്പക്കാരെയാണ്. സമയത്ത് ഞാൻ ഏതാണ്ട് 24+25 വയസ്സുള്ള എൻ്റെ പ്രായത്തിന്റെ കാലഘട്ടമാണ്. അപ്പൊ ശത്രു എന്നോട് പറയാനിടയായി തീർന്നു, നീ ഫെയിലിയറാ, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ എന്തിനാ എൻ്റെ മൈൻഡ് മൊത്തം ഇങ്ങനെയുള്ള ചിന്താഗതി കൊണ്ട് നിറയാൻ തുടങ്ങി. നീ പരാജയപ്പെട്ടവനാ, നീ തകർന്നവനാ, നിനക്ക് ഇനി ജീവിക്കാൻ പറ്റത്തില്ല, നിനക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല, നിനക്ക് വളരാൻ പറ്റത്തില്ല, നിന്റെ ഉദ്ദേശം ഒരിക്കലും സാധിക്കാൻ പോകുന്നില്ല. അതിനേക്കാൾ നല്ലത് നീ ഇനി മറ്റുള്ളവർക്ക് ഭാരമാവാതിരിക്കാതെ നീ മരിച്ചു കളയാന്ന് ശത്രു എന്നോട് സംസാരിപ്പാനായി. അപ്പൊ ഞാൻ അതും അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് തോന്നി എൻ്റെ റിയൽ ലൈഫിൽ കൂടെ ഞാൻ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ശരിയാണ്, എല്ലാവരും ഗൾഫിൽ പോകുന്നു, പൈസ ഉണ്ടാക്കുന്നു, വീട് വെക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഞാൻ ആ ഉദ്യമത്തിൽ കൂടെ എൻ്റെ മാതാപിതാക്കള് എനിക്ക് വേണ്ടി വേണ്ടതൊക്കെ ചെയ്തു. എങ്കിലും പക്ഷെ അതൊന്നും പ്രോപ്പറായി തീരാൻ പറ്റാത്തത് കൊണ്ട് ഞാനും ചിന്തിച്ചു, ഇത് കറക്റ്റ് ആണല്ലോ. അങ്ങനെ കുറച്ച് സമയത്ത് എൻ്റെ ഒരു ടെൻഡൻസി, എൻ്റെ ഒരു അറ്റംപ്റ്റ് എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും മരിച്ചു കളയാന്നുള്ള ഉദ്ദേശത്തോടെ. അപ്പോ റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ ശൈത്താൻ എൻ്റെ ഉള്ളിൽ പറയുമായിരുന്നു, ജമ്പ് ചെയ്യാൻ പറയും, ഈ ട്രെയിനിന്റെ മുമ്പിൽ ജമ്പ് ചെയ്യും. ഇലക്ട്രിക് ലൈൻ കാണുമ്പോൾ പറയുന്നത് ഇലക്ട്രിക് ലൈൻ പിടിക്കും. ഫാൻ കാണുമ്പോൾ പറയും ഫാനിൽ തൂങ്ങും. അങ്ങനെ ശൈത്താൻ എൻ്റെ മനസ്സിനകത്ത് പല
മരിക്കാനുള്ള ഐഡിയകൾ ഇങ്ങനെ കൊണ്ടെത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കരുണ വലുതാണ്. ദൈവത്തിന്റെ കരുണ വലുതാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊക്കെ വലിയ പ്ലാൻ ഉണ്ട്. നമ്മൾ കർത്താവിനെ അറിയുന്നതിനേക്കാൾ മുമ്പ് തന്നെ ദൈവം നമ്മെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ള ജെർമ്യാവിന്റെ പുസ്തകം 1:5 പറയുന്നു, നീ അമ്മയുടെ ഉദരത്തിൽ ഉതിരാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ കണ്ടിരുന്നു, ഞാൻ നിന്നെ ആക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള ആ വചനം നമുക്കറിയാം. ആ വചനം എന്റെ ജീവിതത്തിൽ ഇപ്പൊ വളരെ അർത്ഥവത്താണ്. അന്ന് മുതൽ ഞാനിങ്ങനെ ഭാരത്തിലും പ്രയാസത്തിലും ഒക്കെ കഴിയുന്ന സമയത്ത് ദൈവം യാദൃശ്യമായിട്ട് ഒരു ദൈവദാസനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു. എനിക്കറിയത്തില്ല അന്ന് ദൈവദാസനാണോ, ഞാൻ ബൈബിള് തൊട്ടിട്ടില്ല. ആ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബൈബിൾ തന്നിട്ടുണ്ട്. പിന്നെ ഒരനുഭവം ഉള്ളത്, ഞാനിങ്ങനെ നോർത്ത് ഇന്ത്യയിലെ ജോലിയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ചില ക്രിസ്ത്യൻ സുഹൃത്തുക്കളെ ദൈവം എനിക്ക് തന്നു. അവരൊക്കെ കത്തോലിക്കരാണെങ്കിലും ഞാൻ അവരെ നോക്കുമ്പോൾ അവരൊക്കെ പ്രാർത്ഥിക്കുന്നവരാ. അവരൊക്കെ റെഗുലർ പള്ളിയിൽ പോകുന്നു, വൈകുന്നേരം വന്ന് പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ അവരുടെ കൂട്ടൊക്കെ ഇരിക്കുകയും എനിക്കൊരു സോഷ്യൽ മൈൻഡ് ഉള്ളത് കൊണ്ട് ഞാൻ എല്ലാവരെയും ഒരേപോലെ സ്നേഹിച്ചു വരുന്ന ഒരാളായിരുന്നു. അപ്പൊ അവരുടെ കൂടെ ഇരിക്കുകയും സൺഡേയിൽ വർക്കില്ലാത്ത സമയത്ത് ഞാൻ അവരുടെ കൂടെ പള്ളിയിൽ പോകും. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ യേശുവുമായിട്ട് എനിക്കൊരു അഭേദ്യ ബന്ധം അന്നേ ഉണ്ടായിരുന്നു. അന്നേ എനിക്ക് ദൈവമായി യേശുവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ എന്തിനാ ഏതാ എനിക്ക് എപ്പോഴിത് പ്രയോജനപ്പെടുമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ ഞാൻ മറ്റു ദൈവങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് പോലെ ബഹുമാനിക്കുന്നത് പോലെ ഞാൻ യേശുവിനെ ബഹുമാനിച്ചു. പക്ഷെ എനിക്കറിയത്തില്ല ഇദ്ദേഹത്തെ കൊണ്ട് എനിക്ക് വീണ്ടും ഇങ്ങനെ ഒരു പ്രയോജനം വരുമോ, എനിക്ക് എൻ്റെ ജീവിതത്തിനകത്തൊരു വലിയ ഈ ക്രൈസിസിനകത്ത് എന്നെ വിടുവിക്കാൻ ഈ കർത്താവിന് എന്നെയൊക്കെ ആവശ്യം വരുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഒരു നാച്ചുറലായിട്ട് ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ട്രാജഡി വന്ന സമയത്ത് ഞാൻ ബോംബെ പട്ടണത്തിലുള്ള വലിയ വലിയ അമ്പലങ്ങളിൽ പോയി രാത്രി പകൽ 5 മണി തൊട്ട് അല്ലെങ്കിൽ രാവിലെ 5 മണി 6 മണി തൊട്ട് ഏതാണ്ട് ഒരു രാത്രി വരെ അവിടെ ഇരിക്കും. മാർബിൾ ആണല്ലോ, സുഖമുണ്ട് ഇരിക്കാന്, ഒത്തു പ്രയാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. അപ്പൊ ആ സമയത്താണ് എനിക്ക് യാദൃശ്യമായിട്ട് ദൈവം ഒരു ഭക്തനെ കൊണ്ടു തന്നു. എനിക്കറിയത്തില്ല, 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് അദ്ദേഹത്തോട് ഒരു പരിചയമില്ല. കോട്ടയത്തുള്ളവരുടെ ജോസച്ചാൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അദ്ദേഹം പാസ്റ്റ് ആണെന്ന് പിന്നീട് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് യാദൃശ്യമായിട്ട് ഞാൻ അന്ന് 25 വയസ്സുള്ള ഒരു പയ്യനാണ്. അപ്പൊ എന്റെ മുഖഛായയും എന്റെ ആ പരിധിയും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ മോനെ, എന്താ ഇവിടെ? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അച്ഛാ, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളാ. അപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ, ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, എല്ലാവരുടെയും സഹായിക്കുന്ന ഒരു ദൈവം, എല്ലാവരുടെയും കണ്ണുനീരിന് ഒപ്പുന്ന ഒരു ദൈവം. പക്ഷെ നിനക്കത് അറിയത്തില്ല മോനെ എന്ന് പറഞ്ഞു. നീ ഹിന്ദു ആയതുകൊണ്ട് നിനക്കത് അറിയത്തില്ല. പക്ഷേങ്കില് ഞാൻ യേശുവിനോട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പ്രാർത്ഥന അറിയത്തില്ല, എന്തുവാ. പക്ഷെ ഞാൻ ഓക്കെ അങ്കളെ, അച്ഛാ ശരിയാ. അപ്പൊ എന്നോട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞാൻ പറയുന്നപ്പോഴല്ലാതെ നീ ഈ ബോംബെ വിട്ടുപോരെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പൈസയില്ല, ഞാൻ ഏത് സമയത്ത് ബോംബെ വിട്ട് ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടെ എങ്ങോട്ടെങ്കിലും പോവും എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ എന്നോട്, മോനെ, ഒരാഴ്ച വരെ നീ ബോംബെ പട്ടണത്തിൽ നിൽക്കണം, ഞാൻ നിനക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. എന്നെ 1 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, 2 പ്രാവശ്യം കണ്ടു കാണും. പക്ഷെ ഞാനിങ്ങനെ തിങ്ക്ഫുള്ളായി. ഈ ഇദ്ദേഹം എന്നെ 1 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, 2 പ്രാവശ്യം കണ്ടു, ഞങ്ങൾ അത്ര ഒരു കൺവെർസേഷനെ ഞങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ളൂ. പക്ഷെ ഇദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വളരെ അത്ഭുതകരമായി തീർന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്റെ ജീവിതത്തെ ടേൺ ചെയ്തു. ആ ഒറ്റ പ്രാർത്ഥനയായി എന്റെ ലൈഫിനെ ടേൺ ചെയ്തത്. ആമേൻ. ഞാൻ പറയുന്നത്, എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാര്, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ലൈഫിൽ ടേൺ ചെയ്യും. ഒരു പക്ഷെ നമ്മൾ അറിഞ്ഞും അറിയാതെ ഒക്കെ അനേകർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇവരുടെ പ്രാർത്ഥന എന്നാ നമുക്ക് ഫലവത്താവുന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ പ്രാർത്ഥന എന്നെങ്കിലും നമ്മൾ കഴിക്കുന്ന പ്രാർത്ഥന, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കഴിക്കുന്ന പ്രാർത്ഥന, നമ്മുടെ ദേശത്തിന് വേണ്ടി കഴിക്കുന്ന പ്രാർത്ഥന, ഇതെല്ലാം എന്നെങ്കിലും അതൊരു നല്ല റിസൾട്ട് കൊണ്ടുവരും, ഒരു നല്ല അനുഗ്രഹത്തിന് കാരണമായി തീരും. ഇദ്ദേഹം എനിക്ക് വേണ്ടി ഒരാഴ്ചയോളം ഉപവസിച്ചു എന്നാ പറഞ്ഞത്. പക്ഷെ ഉപവസിക്കുന്നതിന്റെ ലാസ്റ്റ് ടൈം അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, അച്ഛാ ഇതേപോലെ വളരെ ക്രിട്ടിക്കലായിട്ട് പോവുകയാണല്ലോ, ഒന്നിനും ഒരു വ്യത്യാസം വരുന്നില്ല. എന്നോട് പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ, എന്റെ ഓഫീസ്, എന്റെ വിസയുടെ പ്രോസസ്സ് നടക്കുന്ന ഓഫീസ് കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ, നാളെ നീ ആ ഓഫീസിൽ പോകണം, നാളെ നീ ആ ഓഫീസിൽ പോകണം, അവിടെ നിനക്ക് വേണ്ടി ദൈവം വഴി ഒരുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു.
അതെന്താ? കാരണം ഈ വിസയുടെ പ്രോസസ്സ്, ഞങ്ങളുടെ വിസയുടെ കാര്യത്തിന് പല പ്രാവശ്യം ഈ ഓഫീസിൽ കയറി ഇറങ്ങി. ഒരു മുസൽമാനാ, ഗഫോർ മാർക്കറ്റ്, എനിക്ക് ഓർമ്മ വരുന്നില്ല, ബോംബെ വീട്ടിക്ക് അടുത്തെങ്ങാണ്ട. അപ്പോ ഇദ്ദേഹം ഒരു ദിവസം എനിക്ക് ഷൗട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇനി മേലാൽ ഈ ഓഫീസിൽ നിന്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ വരാൻ പാടില്ല. കാരണം നിന്റെ ഏജന്റ്, ഞങ്ങളൊരു ഏജന്റ് ത്രൂഢമായി, ഈ ഏജന്റ് ലക്ഷക്കണക്കിന് രൂപ ഞങ്ങൾക്ക് തരാറുണ്ട്. അപ്പൊ ഇനി നിന്റെ പോക്കും ഇതെല്ലാം നീ ക്ലോസ് ചെയ്തേരെ, നീ എവിടെങ്കിലും പോയിക്കോ. ഇനി മേലാൽ ഈ ഓഫീസിനകത്ത് നീ കാല് കുത്തി കഴിഞ്ഞാൽ നിന്നെ വെട്ടി എറിഞ്ഞ് കടത്തീരത്തിടും. അപ്പോഴത്തേന് ഞാൻ ഭയന്നെന്ന് വെച്ചാൽ എനിക്ക് അവിടെ ആരും പറയപ്പെട്ട ഒരു കുഞ്ഞുങ്ങളും ഇല്ല, എങ്ങനെയൊക്കെയോ അവിടെ കഴിഞ്ഞു പോകുന്നു. പക്ഷേങ്കില് അദ്ദേഹം പറയുന്നു വീണ്ടും നീ അവിടെ പോവാ. ഞാൻ പറഞ്ഞു അച്ഛൻ പോകത്തില്ല. അദ്ദേഹം എന്നോട് മോനെ എന്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നിന്നെ അവിടെ അയക്കാനായിട്ട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. വളരെ അത്ഭുതം നടന്നു അവിടെ. ഞാൻ ലോങ് ആയിട്ട് പറയുകയാണോന്ന് എനിക്ക് അറിയത്തില്ല, സമയത്തിന്റെ ക്ലിപ്തതയൊന്നും എനിക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ ഏതാണ്ട് ഒരു 9 മണി തൊട്ട് ആ ഓഫീസിൽ ചെന്നിരിക്കാൻ തുടങ്ങി. ഓഫീസിൽ ചെന്നിരുന്നു, അനേകര് വരുന്നു, വിസ വാങ്ങിക്കുന്നു, താങ്ക്സ് പറയുന്നു, ഗ്രീറ്റിംഗ്സ് കൊടുക്കുന്നു, പലരും ടിക്കറ്റ് വാങ്ങിക്കുന്നു. എനിക്ക് ഏതാണ്ട് ഒരു 4:30 വരെ ഇരുന്നിട്ടും എന്നോട് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല, ഒരക്ഷരവും മിണ്ടുന്നില്ല, ഒരു റെസ്പോൺസും എനിക്ക് ലഭിക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പോഴത്തേനും ഓഫീസ് സ്റ്റാഫൊക്കെ പോകാൻ തുടങ്ങി, എല്ലാവരും ബാഗ് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഈ മാനേജർ മാത്രം, എനിക്ക് കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. എടാ ഇവൻ ഇനി എന്തെങ്കിലും ഗുണ്ടകളെ വിളിച്ച് എനിക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യിക്കുവോ. ഞാനിങ്ങനെ പോവാനൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇരുന്ന് മനസ്സൊരുങ്ങുവായിരുന്നു, ഇനി എന്തായാലും പോയി കളയാം, ഇനി ഞാൻ അങ്ങോട്ട് പോകും, അവന്റെ അടുത്ത് പോകാൻ. വിത്തിൻ ദ സെക്കൻഡ് അവൻ എന്നെ കോൾ ചെയ്തു, എന്നോട് അകത്തോട്ട് വരാൻ പറഞ്ഞു. ഞാൻ അകപ്പാടെ ഭയപ്പെട്ടു പോയി. പക്ഷെ എങ്കിലും എന്തോ അന്നൊരു അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് ഞാൻ അവന്റെ അടുത്തുകൾ ചെന്നപ്പോ അവൻ എന്നോട് ചോദിക്കും, ആപ്കോ കബ് ജാന, നിനക്ക് എപ്പോ പോണം? ഞാൻ ഒരിക്കലും ഗൾഫിൽ പോയിട്ടില്ല, ഒരു യാത്ര ഇന്ത്യക്കകത്തല്ല ചെയ്തിട്ടില്ല, ഇതിനെക്കുറിച്ച് ഒരു പ്രോസസ്സും ഒരു ഐഡിയ എനിക്കില്ല. പക്ഷേ എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കും, നിനക്ക് എപ്പോ പോണം? ഞാൻ പറയും സാറേ എനിക്ക് അറിയത്തില്ല എന്തുവാ. അപ്പോ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്, നീ പാസ്പോർട്ട് എക്സ്പയർ ആയി, പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കൊണ്ടുപോവാ. അതിന്റെ ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ വേണം, അത് പറയാൻ വലിയ സാക്ഷ്യങ്ങളാണ്. ഞാൻ ഈ പാസ്പോർട്ടൊക്കെ പ്രോസസ്സ് ചെയ്ത് കൊണ്ട് കൊടുത്തതിന് ശേഷം ഇദ്ദേഹം പറഞ്ഞു, ഞാനൊരു മുസൽമാനും ഞാൻ വളരെ ക്രൂരനാണ്. കാരണം ഈ ബിസിനസ് വർദ്ധിക്കണമെങ്കിൽ എത്രമാത്രം ഞാൻ ക്രൂരമായിട്ട് പ്രവർത്തിക്കാമോ അത്രമാത്രം ക്രൂരത കാണിച്ചെങ്കിൽ ഈ ബിസിനസ് വളരത്തുള്ളൂ. ഞാൻ ഈ ബിസിനസ്സിനകത്ത് സെന്റിമെന്റ്സ് കാണിച്ചാൽ ഒരിക്കലും എനിക്ക് വളർച്ച ഉണ്ടാകത്തില്ല. ഞാൻ 1-2 മാസത്തിനുള്ളിൽ ഞാൻ പൂട്ടിക്കെട്ടും. പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. കാരണം സൗദി അറേബ്യയിലെ വിസ എക്സ്പയർ ആയി കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് റിന്യൂ ആവുന്നത് വളരെ റെയർ ആയിരുന്നു. ഹൈ കാറ്റഗറിയിലുള്ള വിസ ഒക്കെ ഒരു പക്ഷേ റിന്യൂ ആയി കിട്ടാമായിരിക്കാം. പക്ഷേ ഞങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കമ്പനി ബേസിസിൽ പോകുന്നവരാ. ഞങ്ങൾക്ക് വലിയ അങ്ങനെ ഹൈ കാറ്റഗറി വിസയിലല്ല ഞങ്ങൾ പോകുന്നത്. അന്ന് ഞങ്ങളുടെ ഏജന്റ് ഒക്കെ എന്ന് വെച്ചാൽ ഏതോ വിസയിൽ കയറ്റി വിടും. പിന്നെ അവിടെ ചെന്ന് ഭാഗ്യം ഉണ്ടെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ തസ്തികയിൽ കയറാമെന്നുള്ള ഒരു അങ്ങനെയുള്ള ഒരു അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ. അപ്പൊ എങ്ങനെങ്കിലും അവിടെ പോയി കിട്ടുക, ലേബറെങ്കിൽ ലേബർ, ഏതെങ്കിലും നമുക്ക് നമ്മുടെ ജോലിക്ക് അനുസരിച്ചുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ തന്നെ ജസ്റ്റ് അവിടെ നിന്ന് റീച്ച് ഔട്ട് ചെയ്യുക എന്നുള്ളൊരു മാനസികസ്ഥിതി. അങ്ങനെ അവിടെ വന്നിട്ടുള്ള എല്ലാവരും ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ ലേബറായിട്ട് മാനേജറായിട്ട് ഇരുന്ന പുള്ളി ലേബർ വിസയിൽ എപ്പോഴും അവിടെ ജീവിക്കുന്നത്. എനിവേ, അപ്പൊ അദ്ദേഹം എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ വിസ ഒരിക്കലും ഏതാണ്ട് ഓൾമോസ്റ്റ് 3-4 മാസം ഓവറായി വിസ എക്സ്പയർ ആയതിനു ശേഷം. അപ്പൊ നിങ്ങളുടെ നിന്റെ വിസ എങ്ങനെ രണ്ടാമത് റിന്യൂ ആയോ എന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഒരു പക്ഷെ നിന്റെ അച്ഛന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം, ആരുടെയൊക്കെയോ മുസൽമാൻ ആയിരുന്നിട്ട് പോലും അദ്ദേഹം പറയുന്നത് ഇത് ഏതോ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സംഭവിച്ചതാ. അപ്പൊ എനിക്ക് മനസ്സിലായി, അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എനിക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ റിസൾട്ട് ഒറ്റ ദിവസം കൊണ്ട്, ഏതാണ്ട് 2 ദിവസം കൊണ്ട്, ഇപ്പൊ എനിക്ക് അത്ര അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല, വിസ അടിച്ചു കൊണ്ടുവന്ന് എനിക്ക് പാസ്പോർട്ടിനകത്ത് വിസ അടിച്ചു കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ടിക്കറ്റിന്റെ പൈസ ഇല്ല, വീണ്ടും ടിക്കറ്റ് എക്സ്പയർ ആയി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഞാൻ പറയാൻ പറ്റത്തില്ല. അങ്ങനെ ദൈവത്തിന്റെ ഒരു വലിയ മൂവ്മെന്റ്, എനിക്ക് വേണ്ടി എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് തന്നെ മനസ്സിലാവുന്ന, ഞാനൊരു പൊട്ടനെ പോലെ ഞാന്
ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഞാൻ ഇട്ടിരിക്കുന്ന മുഷിഞ്ഞ ഒരു ഷർട്ട് ഇട്ട് വാടകയെടുക്കുന്നു. എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഷർട്ട് ഇല്ല. ഫ്ലൈറ്റ് കയറുമ്പോൾ ഒരു ലേബർ എങ്ങനെ ഒരു ലേബർ ജോലി ചെയ്യുന്നോ അതേ വാടകയെടുക്കുന്ന അതേ ഷർട്ടും പാൻറ്റും ഇട്ടോണ്ടാണ് ഞാൻ ഫ്ലൈറ്റ് കയറുന്നത്. എനിക്ക് അത്ഭുതം തോന്നി. വളരെ ഒന്നും പറയാൻ പറ്റാത്ത അനുഭവങ്ങളായി. ഫ്ലൈറ്റിനകത്ത് ഇത് കരയാൻ തുടങ്ങി. പക്ഷെ ഞാൻ അവിടെ ചെന്ന് ലോഞ്ച് ചെയ്ത ആദ്യം എനിക്ക് മുമ്പ് പോയ എൻ്റെ ഒരു സുഹൃത്ത് ആദ്യം എന്നെ വിളിച്ചുകൊണ്ട് പോയി 25 റിയാലിന് അവന് എനിക്ക് തോന്നുന്നു അൽക്കോബാറിലാന്ന് തോന്നുന്നു ഒരു കടയെ കൊണ്ടുപോയി എനിക്ക് ഷർട്ടും പാൻറ്റും വാങ്ങിച്ചു തന്നു. ആദ്യത്തെ എന്റെ വേഷം ഒന്ന് മാറ്റി. അതിനുശേഷം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഞാൻ എൻ്റെ ഓഫീസിൽ ചെന്നു. ഓഫീസിൽ ചെന്നതിന് ശേഷം അവരെനിക്ക് കുറച്ച് പൈസ അഡ്വാൻസ് തന്നു. ഞാൻ ആദ്യം ചെയ്തത് വയറ് നിറച്ച് ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചു. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ബോധം കെട്ടുപോയി. കാരണം ഭക്ഷണം കണ്ട് നല്ല ബിരിയാണിയൊക്കെ കണ്ട് ഒരാൾ കഴിക്കേണ്ട സ്ഥാനത്ത് 2-3 പേരുടെ ഭക്ഷണം കഴിച്ച് ഞാൻ യഥാർത്ഥ ബോധം കെട്ടുപോയി. പക്ഷെ അതിന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഹോട്ടൽ അന്വേഷിച്ച് വീണ്ടും പോയി. പക്ഷെ എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഓക്കെ, എനിവേ, അപ്പോ ദൈവം എന്നെ നടത്തിയ വിധങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവം അത്ഭുതവാനാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ട്രാജഡികൾ, പ്രയാസങ്ങൾ ഒക്കെ വൺ ആഫ്റ്റർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഈ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും അതിനകത്ത് ദൈവത്തിന്റെ എന്തൊക്കെയോ ഒരു പ്രോസസ് ഉണ്ട്. വിത്തൗട്ട് പർപ്പസിൽ ദൈവം ഒന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യത്തില്ല. ഒരു പക്ഷേ യേശുവിനെ വേണ്ട രീതി അറിയാത്ത നിങ്ങളാണെങ്കിൽ പോലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, യേശു എല്ലാവരുടെയും ദൈവമാണ്. യേശു ഒരു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല. ആ ദൈവത്തിന് എല്ലാവരുടെ മേല് കണ്ണുണ്ട്, പദ്ധതിയുണ്ട്, പ്ലാൻ ഉണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആ കർത്താവിന് വലിയൊരു പ്ലാൻ, പദ്ധതി. ഒരുപക്ഷെ നമുക്ക് വേണ്ട രീതിയിൽ കർത്താവിനെ അറിഞ്ഞില്ലെങ്കിൽ തന്നെയും ആ ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട്. ഞാൻ അതിനുശേഷം സൗദി ജോലി ചെയ്തു. ഏതാണ്ട് 1.5 വർഷം ഞാൻ ജോലി ചെയ്തപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒരു അശ്വരി ഞാൻ കേട്ടു, ഗോ ബാക്ക് ടു ഇന്ത്യ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അതിനുശേഷം ഞങ്ങളുടെ അവിടെ കമ്പനി വളരെ ക്രൈസിസ്, സാലറി കൊടുക്കാൻ പറ്റാതെ എനിക്ക് ഏതാണ്ട് 1 വർഷത്തെ സാലറി കിട്ടാനുണ്ട്. ദൈവം ഒരുക്കുന്ന പദ്ധതികൾ 1 വർഷത്തെ കിട്ടാനുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരെയും കൂടെ കളക്ട് ചെയ്ത് ലേബർ കോർട്ടിൽ കൊണ്ടുപോയി. ഞാനായിരുന്നു അതിന്റെ ലീഡർ. ലേബർ കോർട്ടിൽ കൊണ്ടുപോയി അവിടെ അവരോട് സംസാരിക്കാനും, ഭാഷയൊന്നും വേണ്ട രീതിയിൽ അറിയത്തില്ല. കുറച്ച് ഇംഗ്ലീഷ്, കുറച്ച് ഹിന്ദി, കുറച്ച് അറബി. അപ്പോ എന്റെ സ്പോൺസർ പറഞ്ഞു, ഈ എല്ലാവരും ഒരു പക്ഷേ ഇന്ത്യയിൽ, ദീസ് ഓൾ മേ ബി ഗോ ബാക്ക് ടു ഇന്ത്യ, ബട്ട് യു വിൽ ബി ഇൻ ദ പ്രസന്റ്. ഇവരെല്ലാവരും ഒരു പക്ഷേ ഇന്ത്യയിൽ പോയാലും നിന്നെ ഞാൻ ജയിലിൽ ഇടുക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ലെറ്റ് വി സി. പക്ഷേ എങ്കിൽ ദൈവത്തിന്റെ ഒരു അത്ഭുതം, ഇത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഞങ്ങൾക്ക് ലേബർ കോർട്ടിൽ നിന്ന് ഞങ്ങളുടെ കേസ് പാസ്സായി. ഞങ്ങളെല്ലാം ഇന്ത്യയിൽ അയക്കാനുള്ള ഗവൺമെന്റ് ഓർഡർ വന്നു. എല്ലാ സാലറിയും എല്ലാ ബെനിഫിറ്റ്സ് എല്ലാം ലഭിക്കാനായിട്ട് ഓർഡർ വന്നു. അങ്ങനെ ആദ്യം എനിക്ക് ആ ടിക്കറ്റ് അടിച്ചു കൊണ്ട് തരുന്നത്. ആമേൻ. ഞാൻ ഭയങ്കര ഭയപ്പെട്ടു. കാരണം അവിടെ സൗദി അറേബ്യയിൽ നിന്ന് ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ എന്തോ ഒരു ബോൾഡ്നെസ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റെപ്പ് എടുത്തു. പക്ഷെ എനിക്ക് ആ കമ്പനിയിൽ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ഞാൻ എല്ലാവരെക്കാളും നല്ല ടോപ്പർ ആയിരുന്നു. വർക്ക് ചെയ്യുന്നിടത്ത് ടോപ്പർ ആയിരുന്നു. ഒരുപാട് റിസൾട്ട് വന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഈ സ്ട്രഗിൾ കണ്ടിട്ട് ഞാൻ തന്നെ ഒരു സ്റ്റെപ്പ് അങ്ങ് എടുത്തു. ചില സ്റ്റെപ്പുകൾ എടുത്ത പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലല്ല പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സാധാരണക്കാര്. ഇപ്പൊ ഞാൻ തന്നെ സ്റ്റെപ്പ് എടുത്ത് ലേബർ കോർട്ടിൽ പോയി വക്കീലിനെ കണ്ടു. അവിടെ നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട, എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കേണ്ടി വന്നു. അതിനൊക്കെ ഞങ്ങൾ എവിടുന്നൊക്കെ കളക്ട് ചെയ്തു. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി എന്നെക്കുറിച്ച് അവന്റെ വേലയെക്കുറിച്ചുള്ള ഒരു പദ്ധതിയായിരുന്നു. പക്ഷെ ഇതൊന്നും എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴും നിരാശ. ഗൾഫിൽ പോയി ഒന്നും ഉണ്ടാക്കിയില്ല. കാലിയായി എം ടി ഹാൻഡ് തിരിച്ചു വന്നു. അങ്ങനെ വീണ്ടും ചില കൂട്ടുകെട്ടുണ്ടായിരുന്നു നാട്ടില്, സുഹൃത്തുക്കളെ. അങ്ങനെ മദ്യപിക്കാൻ തുടങ്ങി. ചെറുതായിട്ടൊക്കെ ഒരു ഫാഷൻ മദ്യപാനം. ഹോട്ടലിലൊക്കെ അവരെ ഞാൻ ഗൾഫുകാരനല്ലേ, ടാക്സിയൊക്കെ പിടിച്ചാൽ ഞങ്ങളുടെ കൂട്ടുകാരനെ ബാറിൽ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ നല്ല കൃത്രിമ പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എനിക്കൊരു പ്രാർത്ഥനയും ദൈവത്തോടൊരു സ്നേഹവും, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ബൈബിളൊന്നും വായിക്കത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ എങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ കർത്താവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി.
അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഒരു റിസൾട്ട് ദൈവം എനിക്ക് വീണ്ടും കുവൈറ്റിൽ പോകാൻ ദൈവം അവസരം തന്നു. ഒരു 9,000 രൂപയുടെ ചെലവിൽ. അത് വളരെ കാര്യങ്ങൾ പറഞ്ഞു വരാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ അതിനകത്ത്. ആമേൻ. ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ ദൈവം എന്നെ കുവൈറ്റിലേക്ക് അയച്ചു. അപ്പൊ ഞാൻ പറയാൻ പറ്റാത്തത് കൊണ്ട് എന്റെ പിന്നിൽ ഒരു അന്ധകാര ശക്തി എന്റെ ഉള്ളിൽ, എന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്റെ ലൈഫിനെ മുഴുവനായിട്ട് നശിപ്പിച്ചു കളയാൻ തക്കവണ്ണം എന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ശക്തി അവളെ വെളിപ്പെട്ടു. വളരെ ഇത്ര ഈസിലി ആയിട്ട് നല്ലൊരു വിസയിൽ എനിക്ക് കുവൈറ്റ് ചെന്ന് ലാൻഡ് ചെയ്ത ആ സമയത്ത് തന്നെ എനിക്ക് എന്റെ ഉള്ളിൽ പോവാ, എനിക്ക് തിരിച്ചു പോകണം. ഓഫീസിൽ തന്നെ പോയി പറയും എനിക്ക് തിരിച്ചു പോകണം. അപ്പൊ അവര് ദേഷ്യപ്പെട്ടു, ഇത്ര ലക്ഷം രൂപ ചിലവഴിച്ച് നിങ്ങൾ എവിടെ കൊണ്ടുവന്നു, എപ്പ തിരിച്ചു പോകാൻ പറ്റുമോ, നിങ്ങളത് പേ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ ഹിന്ദിയിലും അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെയാ പറയുന്നത്. പിന്നെ അയാള് ആ സൂപ്പർവൈസർ അവര് ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്തു. ഒരു പക്ഷേ ഇവിടുത്തെ സൈറ്റും ഹൈറ്റും ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം ഇവന് ഭയം ഉണ്ടായി എന്നൊക്കെ അവര് തമ്മിൽ സംസാരിക്കുന്ന കാണാമായിരിക്കും. പക്ഷെ അയാൾ എന്ത് ചെയ്തെന്നറിയാം, എനിക്കൊരു ഹെൽപ്പ് ചെയ്തേ, എനിക്കൊരു ഗ്രൗണ്ട് ലെവൽ ജോലി തന്നു. ഗ്രൗണ്ടിൽ മാത്രം നിൽക്കുന്ന തരത്തിലുള്ള ഒരു ജോലി തന്നു. അപ്പോ ആ ഗ്രൗണ്ട് ലെവലിൽ ജോലി ചെയ്ത അടുത്ത് ഞങ്ങളുടെ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയായിരുന്നു. കർണാടക പ്ലസ് മലയാളി ആയിട്ടുള്ള ഒരു വിശ്വാസിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അണ്ടറിൽ ഞാൻ ചെന്നു. പക്ഷെ എന്റെ പേര് രഘുനാഥൻ പിള്ള എന്നാണ്. പക്ഷെ അദ്ദേഹം എന്നോട് സുവിശേഷം പറയാൻ തുടങ്ങി. ഗൾഫാണ് ഏറ്റവും കൂടുതൽ. അദ്ദേഹം എന്നോട് സുവിശേഷം പറയാൻ തുടങ്ങി. പണ്ടേ എനിക്ക് ഹൃദയത്തിനകത്ത് സുവിശേഷം ഉണ്ട്, യേശുവിനെ കുറിച്ചുള്ള സ്നേഹമുണ്ട്. അദ്ദേഹത്തിന്റെ ഒറ്റ വാക്കിൽ തന്നെ ചോദിച്ച് ഇവിടെ പ്രാർത്ഥിക്കാൻ പോകാൻ അവസരമുണ്ട്. അദ്ദേഹം പറഞ്ഞു, മോനെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ചർച്ചിൽ പോകാൻ തുടങ്ങി. അതാണ് എന്റെ ലൈഫിന്റെ സെക്കൻഡ് ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത്. ആമേൻ. എന്റെ ലൈഫിന്റെ സെക്കൻഡ് ടേണിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ആ ചർച്ചിൽ ചെന്നു. മലയാളി സഹോദരങ്ങളാ, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എന്റെ വിഷമങ്ങളെ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എനിക്ക് ഭയം തോന്നി, എനിക്ക് നാട്ടിൽ പോകണം, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. നല്ല ഫുഡ്, നല്ല അക്കോമഡേഷൻ, എല്ലാം VIP അറ്റാച്ച്മെന്റ് ഉള്ള നല്ല രീതിയിലുള്ള കമ്പനിയാണ്. പക്ഷെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി ഉപവസിച്ചു. അന്ന് എനിക്ക് കാര്യങ്ങളൊന്നും അത്ര പിടിയിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ അവിടെ എന്റെ ലൈഫ് ദൈവം തുറക്കാൻ തുടങ്ങി. ആമേൻ. അല്ലെങ്കിൽ ഞാൻ അങ്ങ് മിക്സ് ചെയ്ത് പറയുക, വരുന്ന ടോൺ അനുസരിച്ച് ഞാൻ പറയുക. അവിടെ എന്റെ ലൈഫ് തുറക്കാൻ തുടങ്ങി. ഞാൻ 4 വർഷം കുവൈറ്റിൽ ജോലി ചെയ്തു. ഈ 4 വർഷവും ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്തെങ്കിലും ഞാൻ യഥാർത്ഥത്തിൽ അവിടെ കർത്താവിന്റെ വേല ചെയ്യാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞങ്ങളുടെ മലയാളം ആരാധനയ്ക്കകത്ത് ദൈവത്തിന്റെ വിളി വെളിപ്പെട്ട് വരുന്നതിന്റെ ചില പദ്ധതികളെ കുറിച്ച് ഞാൻ പറയുന്നത്. എന്റെ ചർച്ചിൽ, ഞങ്ങളുടെ മലയാളം ചർച്ചിനകത്ത് ഒരു ഹിന്ദിക്കാരൻ പയ്യൻ വന്നിട്ട് 6 മാസം ഇരുന്നു. അപ്പൊ 6 മാസം ഇരുന്ന് എന്റെ കൂടെയുള്ളവരൊക്കെ വചനത്തിന്റെ വലിയ അഗ്രഗണ്യന്മാരാ. എനിക്കറിയത്തില്ല, ജോർജ് അങ്കിള്, അവരൊക്കെ വചനത്തിന്റെ വലിയ അഗ്രഗണ്യന്മാരാ. ഒരു TPM അച്ഛനുണ്ടായിരുന്നു, ജെറി, അങ്ങനെ പേര് ഞാൻ മറന്നുപോയി. അവർക്ക് വചനത്തിന്റെ വലിയ അഗ്രഗണ്യന്മാരാ. പക്ഷെ അവർക്ക് ഹിന്ദി അറിയത്തില്ല. ഇംഗ്ലീഷും മലയാളവും വചനവും അവർക്ക് ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ ഹിന്ദി അറിയത്തില്ല. അപ്പൊ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞിട്ടില്ലേ, തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി എന്തെങ്കിലും കാക്കൂക്കി പറയുന്ന എനിക്കറിയാം. അപ്പൊ ഞാൻ ചോദിച്ച, ജോർജ് ആച്ച, ഇവൻ 6 മാസം കൊണ്ട് ഇവിടെ വരുന്നല്ലോ, നമുക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യണ്ട. എന്നോട് പറഞ്ഞു, രഘുബ്രദർ, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഹിന്ദി അറിയത്തില്ല, ഹിന്ദി പാട്ട് അറിയത്തില്ല, ഹിന്ദി ബൈബിൾ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പൊ എവിടുന്നോ എനിക്കൊരു ശക്തി ലഭിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ ഞാനേട്ടെന്ന് പറഞ്ഞു. എന്റെ ഓൺ റിസ്കിൽ തന്നെ അന്ന് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്കിൽ തന്നെ ഞങ്ങള് ഒരു ഹിന്ദി ആരാധന അവിടെ തുടങ്ങി. ഹിന്ദി ആരാധന തുടങ്ങിയെന്ന് വെച്ചാൽ ഹിന്ദി ബൈബിൾ ഇല്ല, ഹിന്ദി പാട്ടറിയത്തില്ല, പിന്നെ എങ്ങനെയൊക്കെ തുടങ്ങി. ഞാനിങ്ങനെ മലയാളത്തില് പ്രാർത്ഥന എഴുതും, അതിന്റെ ഹിന്ദിയില്, ഇംഗ്ലീഷിൽ എഴുതും, അതിന്റെ ഹിന്ദിയില് താഴോട്ട്. ഇതിങ്ങനെ കൈ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കും. വളരെ കോമഡിയായിട്ടാ തോന്നുന്നതല്ല. വളരെ കയ്യിൽ എഴുതി വെച്ചാ പ്രാർത്ഥിക്കുന്നത്. മലയാളത്തിൽ എഴുതും, അതിന്റെ താഴെ അറിയാവുന്ന ഹിന്ദിയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി. കൈവെള്ളയിലെ പ്രാർത്ഥനയായിരുന്നു ആദ്യം പ്രാർത്ഥിക്കുന്നത്. എന്റെ സുഹൃത്തുക്കളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും, അവർ കേൾക്കുമായിരിക്കാം. കൈവെള്ളയിലെ പ്രാർത്ഥനയായിരുന്നു അന്ന് ചെയ്തത്. പക്ഷെ ഞങ്ങൾക്ക് വേറെ പദ്ധതി ഇല്ലായിരുന്നു. ഏതാണ്ട് 3, 4, 5 മാസത്തോളം
പരമപിതാവിന് സ്തുതി പാടാമെന്നുള്ള ഹിന്ദി പാട്ടിന്റെ ഫസ്റ്റ് സ്റ്റാൻസ റിവൈൻഡ് ഫോർവേഡ് ഇങ്ങനെ അടിച്ചടിച്ച് കുറച്ചു നാൾ പാടി. പിന്നെ ദൈവം പല രീതിയിൽ ബൈബിൾ എത്തിക്കാൻ തുടങ്ങി, പാട്ട് പുസ്തകങ്ങൾ എത്തിക്കാൻ തുടങ്ങി. അങ്ങനെ അത് വലുതായ ശുശ്രൂഷ. ഞാൻ പറയുന്നു, കേരളത്തിലുള്ള എല്ലാ മലയാളി ദൈവദാസന്മാരും ഓൾമോസ്റ്റ് എല്ലാ പെന്തക്കോസ്ത് സഭയുടെ, IPCയുടെ, ചർച്ച് ഓഫ് ഗോഡിന്റെ ഒക്കെ ദൈവദാസന്മാര് ആ സഭയിൽ കൂടെ, ഞാൻ കുവൈറ്റില് മലയാളം ചർച്ച്, IPC അഹമ്മദിയ, IPC ഞങ്ങളുടെ മലയാളം ചർച്ചില് ദൈവദാസന്മാര്, ഹിന്ദി ചർച്ച് IPC ഫഹൽ, പാസ്റ്റർ അലക്സോൺ പാസ്റ്റർ ആയിരുന്നു അന്നത്തെ ശുശ്രൂഷന്. അപ്പൊ ഇവരെല്ലാം രാവിലെ അവർ വരും, വൈകിട്ട് ഹിന്ദി ചർച്ച് വരും, അങ്ങനെ. പക്ഷെ ഇവർക്കെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഞാനാ. ആമേൻ. ഹിന്ദി അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ബൈബിൾ അറിയത്തില്ല. പക്ഷെ അന്നത്തെ ആ പൊട്ടത്തരത്തെ ദൈവം ഒരുപാട് ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മുടെ ഹൃദയത്തിന് ആഗ്രഹത്തെയാ ദൈവം മാനിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെയാ ദൈവം മാനിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ ഭാഷ, ദൈവത്തിന് നമ്മുടെ ഒന്നും വേണ്ട. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ദൈവം ധാരാളമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അല്ലെ, ആരെങ്കിലും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന, ഡൗട്ട്ഫുള്ളായിട്ട് ഇറങ്ങണോ ഇറങ്ങണ്ടായോ, എന്തായി തീരും, ഇന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഇഷ്യൂസ് ആണ്. ഡോണ്ട് വറി അറ്റ് ഓൾ. ദൈവത്തിന്റെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എവിടം വരെ നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്ലാൻ ചെയ്യുന്നത് ഇന്നോ ഇന്നലെയോ ആക്സിഡന്റലി അല്ല. ബിഫോർ ദ ക്രിയേഷൻ ഓഫ് എർത്ത്, ഈ ഭൂമി ഉരുവാവുന്നതിന് മുമ്പ് തന്നെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഇനി വരാനുള്ള, ഈ ഭൂമിയിൽ ജനിക്കാനുള്ള ആളുകളെ കുറിച്ചൊക്കെ ദൈവം പ്ലാൻഡ് പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുക. അപ്പൊ ഞാൻ ആക്സിഡന്റലി ദൈവസന്നിധിയിൽ വന്നതല്ല. എനിക്ക് ആക്സിഡന്റ്, ഞാൻ പെട്ടെന്ന് വന്നതാ. പക്ഷെ ദൈവത്തിന് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാവുന്നതിന് മുമ്പ് തന്നെ, ഞാൻ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് എന്നെ കുറിച്ച് പ്ലാൻ ഉണ്ട്. അപ്പൊ ഈ പ്ലാൻ അനുസരിച്ച് മാത്രമേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഞാനിനി എത്രമാത്രം എൻ്റെ ഐഡിയ, അത് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ പറയും, എത്രമാത്രം ഐഡിയ ഞാൻ സ്ഥാപിച്ചാലും, ഞാൻ എത്ര പഠിപ്പുള്ളവനായാലും, എങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലും, നമ്മൾ ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് മാത്രമേ നമ്മൾ പോകാൻ ശ്രമിക്കാവൂ. ദൈവത്തിന്റെ പ്ലാൻ അല്ലാതെ നമ്മൾ പോകുന്നിടത്തെ ക്ലാഷ് ഉണ്ടാവുന്നത്, ഫൈറ്റിങ്സ് ഉണ്ടാവുന്നത്, പരാജയങ്ങൾ ഉണ്ടാവുന്നത്. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ദൈവദാസന്മാരോ കുഞ്ഞുങ്ങളോ നിങ്ങൾ പരാജയപ്പെടുന്നതിന്റെ കാരണം ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ചല്ല നമ്മൾ പോകുന്നത്. ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് ഏത് വ്യക്തി യാത്ര ചെയ്യുന്നോ അവിടെ ഫെയിലിയറിന് സ്ഥാനമില്ല, പരാജയത്തിന് സ്ഥാനമില്ല. കാരണം നമ്മൾ ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും പരാജയപ്പെടത്തില്ല. അതുകൊണ്ട് നമ്മളും പരാജയപ്പെടാൻ സാധ്യതയില്ല. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? വി ഹാവ് ടു സെർച്ച് ദ പ്ലാൻ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന്റെ പ്ലാനിനെ അന്വേഷിക്കുക. ദൈവത്തിന്റെ ഇഷ്ടവും അനിഷ്ടവും നമ്മൾ അന്വേഷിച്ച്, കർത്താവ് ഇതിനകത്ത് ദൈവമേ നിന്റെ ഇഷ്ടം എന്താ? ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നല്ലോ, ഞാൻ ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ പോകുന്നു, എവിടെ, എങ്ങനെ, എപ്പോൾ, ഇതെല്ലാം നമ്മൾ ദൈവത്തോട് ചോദിച്ച് ദൈവത്തിന്റെ ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ പോകുന്നുവെങ്കിൽ 101% വി വിൽ ബി എ സക്സസർ ഇൻ അവർ സോൾ. അതുകൊണ്ട് അപ്പൊ ദൈവം എന്നെ ആ പ്രദേശത്ത് അയച്ചു. പൊട്ടത്തരത്തിൽ കൂടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞാൻ ആ പ്രദേശം വിട്ടു വരുമ്പോൾ ഹിന്ദി ഞങ്ങളുടെ ചർച്ചിലാതെ ഏതാണ്ട് 150-ലേറെ ഹിന്ദിക്കാരുണ്ട്, നേപ്പാളി, ഫിലിപ്പീൻസ്. ഞാൻ പറഞ്ഞു, ഞാൻ പാകിസ്ഥാനിയോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, ഈജിപ്ഷ്യനോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ഒരു പാകിസ്ഥാനെ 50% ഞാൻ വിശ്വാസത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചർച്ച് തുടങ്ങി എല്ലാ ദിവസവും എൻ്റെ പണി, ജോലി കഴിഞ്ഞ് വരും, പെട്ടെന്ന് പോയ മെസ്സിനകത്ത് ഒരു അല്പം ഭക്ഷണം എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ ചായ കുടിക്കും, ഇറങ്ങി ഓടും, ട്രാക്ടറും കൊണ്ട് ഓടും, എല്ലാ ക്യാമ്പുകളിൽ പോകും. ഞാൻ ചെയ്ത കാര്യങ്ങൾ ഖത്തറിൽ ഞാൻ ഇതിനേക്കാൾ വലിയ സുവിശേഷ ചെയ്തു. ഓടും, സുവിശേഷ ട്രാക്ട് കൊടുക്കും, ആളുകളെ ചർച്ചിൽ കൊണ്ടുവരും, സംസാരിക്കും. പിന്നെ അന്നത്തെ സമയത്ത് ഇന്നത്തെ പോലെ മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾക്ക് 700-800 പേർക്ക് ഒരു ഡയൽ ഫോൺ മാത്രമേ ഉള്ളൂ. അത് ക്യാമ്പസ് ഇൻചാർജിന്റെ കയ്യിലായിരിക്കും, നമ്മുടെ കയ്യിൽ തരത്തില്ല.
അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു, എനിക്ക് സാലറി കിട്ടിയ ഉടനെ തന്നെ ഞാനൊരു വാക്മാൻ വാങ്ങിച്ചു. എൻ്റെ കയ്യിൽ ഏതാണ്ട് അന്നത്തെ കാലത്ത് ഏതാണ്ട് 10-250 കാസറ്റ് കളക്ഷൻ ഉണ്ടായിരുന്നു, ടെസ്റ്റമണീസ്, സോങ്സ്. അപ്പൊ എന്റെ പണി എന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പുകളിലൊക്കെ പോകുമ്പോ അവര് പറയും ഞങ്ങൾക്ക് കേൾക്കാൻ ഒരു വഴിയില്ല, ഞാൻ സുവിശേഷ വേലയ്ക്ക് ചർച്ച കൊണ്ടുപോകും. അപ്പൊ ബ്രദറെ ഞങ്ങൾ എങ്ങനെ വരാനാ, എങ്ങനെയാണ്? ഞാൻ പറയും ഞാനിവിടെ വരും, നിങ്ങൾ എൻ്റെ കൂടെ വരണം, ഇവരെയും കൊണ്ട് ഞാൻ പോവും. ബ്രദർ ഈ സാക്ഷ്യം ഒന്ന് കേൾക്കണേ. എൻ്റെ കയ്യിൽ ഒന്നുമില്ല ബ്രദറെ കേൾക്കാൻ. ഞാൻ വാക്മാനും കാസറ്റും കൊണ്ട് കൊടുക്കും ഒരാഴ്ചത്തേക്ക്. ഒരാഴ്ച നിങ്ങൾ കേൾക്കണം, അത് കഴിഞ്ഞിട്ട് തിരിച്ചു തരണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച വേറൊരാൾക്ക് കൊണ്ട് കൊടുക്കും. അവിടെ വലിയ മിനിസ്ട്രി ചെയ്യാൻ ദൈവം എനിക്ക്, അല്ലെങ്കിൽ അവിടെ ഈജിപ്ഷ്യന്മാര് ചർച്ചിനകത്ത് വരുമായിരുന്നു, ഫിലിപ്പീൻസിനെ ഞാൻ സുവിശേഷം അറിയിക്കുമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ പദ്ധതി. ഞാൻ അവിടെ നിന്ന് വിട്ടുപോരുമ്പോ ഏതാണ്ട് 100-200ഓളം ആളുകള് ആ സഭയ്ക്കകത്ത്. അതിനുശേഷം IPC അവർ തന്നെ ഹാൻഡിൽ ചെയ്തെന്ന് എനിക്കറിയാം. അന്നത്തെ കാലത്ത് എനിക്ക് അത്ര വിവരവും കാര്യങ്ങളും ഒന്നുമില്ല. എങ്ങനെയൊക്കെയോ ദൈവം ഒരു പൊട്ടനെ ഉപയോഗിക്കുന്നു. എനിക്ക് ചർച്ചിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല, ചർച്ചിന്റെ സിസ്റ്റത്തെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. എങ്ങനെയൊക്കെയോ ചെയ്ത് പോവാം. അങ്ങനെ കുവൈറ്റിൽ ഏതാണ്ട് 4 വർഷത്തോളം ഞാൻ കർത്താവിന്റെ വേലയിൽ. ഞാൻ പറഞ്ഞു, എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചത് ഒരാളുടെ പ്രവചനം കൊണ്ടോ ഒരാള് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചോ ഒന്നുമല്ല. എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാവരുടെയും സ്നേഹം ഉണ്ടായിരുന്നു, എല്ലാവരുടെയും കരുതൽ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തന്നെ ഫീൽ ആയി എൻ്റെ ഒരു സക്സസ് ഏരിയ ഈ കർത്താവിന്റെ വേലയാന്ന് മനസ്സിലാക്കി. ഞാൻ വളരെ കറക്റ്റായിട്ടാണ് ഈ കാര്യം പറയുന്നത്, വളരെ കറക്റ്റായിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു സക്സസ് ഏരിയ. ഞാൻ ഖത്തറിൽ വേല ചെയ്തു, അവിടെ ഞാൻ ഓവർ ടൈം ചെയ്യാൻ പോയിട്ടില്ല, പൈസ ഉണ്ടാക്കാൻ പോയിട്ടില്ല. എന്നും കമ്പനിയിൽ വഴക്കാം, ലേറ്റായിട്ട് വരുന്നു, കറക്റ്റ് അവധി എടുക്കുന്നു. എനിക്കറിയാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്ന. അപ്പോ രാത്രിയാവുമ്പോ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഏതാണ്ട് ഓൺ ദ സ്പോട്ടിൽ ട്രാക്റ്റുമായിട്ട് ഇറങ്ങും. ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന സമയത്ത് എൻ്റെ കാർഗോ പാൻറ്റിനകത്തല്ല ഇംഗ്ലീഷ് ട്രാക്ട്, മലയാളം ട്രാക്ട്, ഹിന്ദി ട്രാക്ട്, അറബിക് ട്രാക്ട്. ഞാൻ പറയുന്നത് 15 മിനിറ്റ് ടീ ബ്രേക്ക് ഉണ്ട്. ഈ 15 മിനിറ്റ് കൊണ്ട് ഞാൻ സ്ലിപ്പായിട്ട് അടുത്ത സൈറ്റിൽ ചാടും. ഫിലിപ്പീൻസിനോടും പാകിസ്ഥാനികളോടും ഒക്കെ സുവിശേഷം പറയും. വളരെ വളരെ ഹൃദയസ്ഥമായിട്ടാണ് പറയുന്നത്. ഞാൻ ലഞ്ച് കഴിക്കാൻ പോകത്തില്ല, സത്യമായിട്ടുള്ള. ഞാൻ ലഞ്ച് കഴിക്കാൻ പോകും, വിശപ്പ് കൂടെ അല്ലാത്ത ദിവസം എല്ലാം മാക്സിമം ദിവസങ്ങളിൽ ലഞ്ച് കഴിക്കാൻ പോകത്തില്ല. അപ്പൊ അവർ ചോദിക്കും ലഞ്ച് കഴിക്കാൻ വരാം. ഞാൻ കുഴപ്പമില്ല. ആ സമയത്ത് വേറെ സൈറ്റിൽ ചാടും, അവരോട് സുവിശേഷം പറയും. എൻ്റെ സേഫ്റ്റി ഹെൽമെറ്റ് ഉണ്ട്. സേഫ്റ്റി ഹെൽമെറ്റിനകത്ത് ഇങ്ങനെ ഞാൻ എഴുതി വെച്ച്, ജീസസ് ഈസ് മൈ സേവിയർ, ഗോഡ് ഈസ് മൈ ക്രിയേറ്റർ. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കും. അപ്പൊ ഒരു പ്രാവശ്യം ഒരു ഫിലിപ്പീനി എൻ്റെ അടുത്ത് വന്നിട്ട് ആർ യു ക്രിസ്ത്യൻ? ഞാൻ പറഞ്ഞു ഞാൻ ക്രിസ്ത്യനാന്ന് പറഞ്ഞു. എന്നൊക്കെ അത്രയൊക്കെ പറയാറത്. ഞാനും ക്രിസ്ത്യനാന്ന് പറഞ്ഞു. ഞാനും ക്രിസ്ത്യനാ. അപ്പൊ ഞാൻ അവനെ വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു നീ ക്രിസ്ത്യനാന്ന് ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു. കാരണം നീ സിഗരറ്റ് വലിക്കുന്നുണ്ട്, വീഡിയോ വലിക്കുന്നുണ്ട്, കള്ളു കുടിക്കുന്നൊക്കെ ഉണ്ടെന്ന് നമുക്ക്. അപ്പൊ അവൻ എന്നോട്, ബ്രദർ കം ഐ വിൽ ഷെയർ യു മൈ ടെസ്റ്റമണി ടു യു. അവൻ എന്നെ ഒരിടത്ത് കൊണ്ടുവന്നിട്ട് തണലത്ത് കൊണ്ടിരുത്തി. യു നോ വൈ ഐ ആം ഡ്രിങ്കിങ്. അവൻ എന്നോട് പറഞ്ഞു, ബ്രദർ എൻ്റെ വൈഫിന്റെ യൂട്രസ് എടുത്ത് കളഞ്ഞതാ, ഞങ്ങൾക്ക് തലമുറയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ചിന്തകൾ എന്നെ ഭരിക്കുന്നത് കൊണ്ടാണ് ഞാൻ മദ്യപിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ എൻ്റെ സംസാരം എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്തു. ഇനി മേലാ ഞാൻ കുടിക്കത്തില്ല. എൻ്റെ ആദ്യത്തെ സോൾ വിന്നിങ് ആവത്, എൻ്റെ ആദ്യത്തെ സോൾ വിന്നിങ്. എന്നോട് അവൻ അന്നൊന്നും എനിക്ക് അറിയത്തില്ല മാസ്റ്ററെ, എനിക്ക് വേണ്ട രീതി ഒന്നും അറിയത്തില്ല, എന്തൊക്കെയോ പൊട്ടത്തരത്തിൽ കൂടെ പറയുന്നു. പക്ഷെ അവൻ എന്നെ സമർപ്പിച്ചു. അടുത്ത ദിവസം ആ ബ്രദർ എൻ്റെ ഓഫീസിൽ ഡയറക്റ്റ് ചെയ്യുന്ന ചോദിച്ച്, വെർ ഈസ് ബ്രദർ രഘു ബ്രദർ, എവിടെ രഘു ബ്രദർ? അപ്പൊ ഞങ്ങളുടെ MD ചോദിക്കുന്നത്, അവനെ ഇന്ത്യക്കാരൻ, നീ ഫിലിപ്പീന്, നിങ്ങൾ തമ്മിൽ എങ്ങനെ ബ്രദർമാരായത്? അപ്പൊ അവൻ അവിടെ ടെസ്റ്റിമണി ഷെയർ ചെയ്തു. അടുത്ത ദിവസം ആ ബ്രദർ വന്നിട്ട് എന്നോട് പറയാം, ബ്രദർ ചെക്ക് മൈ പോക്കറ്റ്. എന്റെ പോക്കറ്റ് ചെക്ക് ചെയ്യും. എന്റെ സിഗരറ്റ് ഞാൻ എടുത്ത് കളഞ്ഞു, ബീഡി എടുത്ത് കളഞ്ഞു, തമ്പാക്ക് എടുത്ത് കളഞ്ഞു. ഇന്നലെ നീ സംസാരിച്ച് എന്റെ ഹൃദയത്തെ ഒരുപാട് ടച്ച് ചെയ്തു. ഏതാണ്ട് ഞാൻ അവിടുന്ന് പോരുന്നിടം വരെ ആ ബ്രദറുമായിട്ട് എനിക്കറിയാവുന്ന ഇംഗ്ലീഷില്, എനിക്കറിയാവുന്ന ബൈബിൾ വാക്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാൻ അവനെ ദൈവവചനത്തിൽ ഉറപ്പിക്കാൻ തുടങ്ങി. എനിക്കറിയത്തില്ല. പിന്നെ അതിനുശേഷം ഒരു ബ്രദർ, മലയാളി ബ്രദർ, ഇങ്ങനെ കേബിൾ ഡ്രമ്മിൽ ഇരുന്നിട്ട്
സിഗരറ്റ് വലിക്കുമായിരുന്നു. ഞാൻ അവിടെ പോയി സംസാരിച്ചു. എനിക്ക് ഇപ്പൊ അദ്ദേഹത്തെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. പിന്നെ ഞാൻ കേരളത്തിൽ അന്വേഷിച്ചപ്പോ മണക്കാല ബൈബിൾ കോളേജ് പഠിക്കുവാന്ന് കേൾപ്പാൻ ഇടയായി തീർന്നു. മണക്കാല ബൈബിൾ കോളേജിൽ പഠിക്കുവാണെന്ന് മനസ്സിലായി. അദ്ദേഹം എന്റെ കേരളത്തിലെ പാസ്റ്റർ സുരേന്ദ്രൻ കൈപ്പട്ടൂര് ഷാരോൺ ഫെലോഷിപ്പിന്റെ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഇങ്ങനെ ഒരാളെ കണ്ടു കിട്ടിയാൽ കൊള്ളാം. പിന്നെ പറഞ്ഞൊരു ഐഡിയ ഒക്കെ പറഞ്ഞപ്പോ, ഓ പാസ്റ്റർ അദ്ദേഹം എന്റെ ബാച്ചിൽ പഠിച്ചാന്ന് പറഞ്ഞു. അദ്ദേഹം എന്റെ ബാച്ചിൽ പഠിച്ച. അങ്ങനെ ആ ബ്രദറിന്റെ വീട്ടിൽ പോയി, റെജി ബ്രദർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ റെജി ബ്രദർ, അങ്ങനെ പലരെയും, ഒരു പാകിസ്ഥാനി, ഞാൻ എന്റെ സമയത്തെല്ലാം കറക്റ്റ് 9 മണിയാവുമ്പോൾ ഞാൻ ഡെസേർട്ട് ഈ ഗോൾഫിൻ പ്ലേയുടെ ഗ്രൗണ്ടിൽ പോയിരുന്നു പ്രാർത്ഥിക്കും. 2:10, 9 മണി. അപ്പൊ ഒരു പാകിസ്ഥാനി വന്ന് ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കുക, എം എ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു. എം എ ക്രിസ്ത്യൻ ആന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്നോട് അവന്റെ രീതിയിലൊക്കെ അവന്റെ ഖുറാന്റെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ അവനോട് സുവിശേഷം പറയാൻ തുടങ്ങി. പിന്നെ അവൻ എൻ്റെ അടുത്ത് ഇരിക്കാൻ തുടങ്ങി. ബോലോ ഓർ ബോലോ ഓർ ബോലോ. അവനോട് ഞാൻ, എനിക്കറിയാവുന്നതാണ്, എനിക്ക് അത്ര അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു മനസ്സിലാക്കി. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. ഞങ്ങളും യേശു ക്രിസ്തുവിനെ ഈസാ അലൈഹിസ്സലാം പെഹംബർ ഞങ്ങൾ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന കൂട്ട് വിശ്വസിക്കത്തില്ല. പക്ഷെ അപ്പൊ അങ്ങനെ പലരെയും ഹല്ലേലൂയ എനിക്ക് വിശ്വാസി. ഒരു മാർത്തോമായിട്ട് അച്ചായന് അദ്ദേഹം യഥാർത്ഥത്തിൽ മാർത്തോമൈറ്റിന്റെ ഒരു പ്രീസ്റ്റായിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്തതാ. അദ്ദേഹം ഞങ്ങളുടെ കമ്പനിയിൽ, എനിക്കറിയത്തില്ല അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് വന്നു എന്നൊക്കെയാ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അദ്ദേഹം ഭയങ്കര ഡ്രങ്കഡായി, മദ്യം കഴിക്കാൻ തുടങ്ങിയ സമയം അങ്ങനെ മദ്യത്തിന്റെ കുപ്പി പുള്ളിയുടെ ബെഡിന്റെ കീഴിൽ കൊണ്ടു വെക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഏതാണ്ട് അവിടെ പറഞ്ഞു കേട്ടിട്ടുള്ള 2-3 മിനിറ്റ് അദ്ദേഹത്തിന്റെ ജീവൻ പോയെന്നൊക്കെയാണ്. പക്ഷെ ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഈ വ്യക്തിയെ പോയി കാണാൻ പറഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ കാണുമ്പോൾ എല്ലാം പുള്ളി വേറെ സ്ഥലത്ത് ഓടിപ്പോവായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, ഇന്ന് നീ ചെല്ലാൻ പറഞ്ഞു. ഞാനൊരു കാസറ്റും ബൈബിളും ഒക്കെ ചെന്നപ്പോൾ ഇദ്ദേഹം മദ്യപിച്ച് ഇങ്ങനെ ഇരിക്കുക. ഞാൻ അദ്ദേഹത്തെ കാണാനാ പോയെങ്കിലും എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ശരിയല്ലെന്ന് തോന്നി. ഞാന് വേറെ ആളോട് സംസാരിച്ചു, ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. എനിക്കറിയത്തില്ല ഇങ്ങനെ ഈ മദ്യപന്മാരോടൊക്കെ സംസാരിക്കേണ്ട എങ്ങനെയാണ്. പക്ഷെ ഇദ്ദേഹം എന്റെ പുറയിൽ ഇങ്ങനെ, ബ്രദർ ഒരു നിമിഷം നിൽക്കണേ, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്നെ രക്ഷിക്കണം. ഞാൻ പറഞ്ഞു, അച്ചായ എന്നേക്കായി പ്രായം അച്ചായനുണ്ട്, എനിക്ക് രക്ഷിക്കേണ്ട ഒരു കാര്യം എനിക്ക് അറിയത്തില്ല. അച്ചായനാ എനിക്ക് സുവിശേഷം പറഞ്ഞു തരണ്ടേ എന്ന് പറഞ്ഞു. അച്ചായനല്ലേ എനിക്ക് സുവിശേഷം പറഞ്ഞു തരണ്ടേ, പിന്നെ ഞാൻ നിങ്ങളെ എങ്ങനെ രക്ഷിക്കാൻ? എനിക്ക് വചനം അറിയത്തില്ല. അല്ലല്ല, ബ്രദർ വരുന്നതിന് മുമ്പ് എന്നോട് ദൈവം പറഞ്ഞു, ഇപ്പൊ നിന്റെ മുമ്പിൽ ഞാൻ ഒരാളെ അയക്കും, അയാളിൽ കൂടെ നീ രക്ഷപ്പെട്ടോണെന്ന് പറഞ്ഞു. അപ്പൊ എന്തോ എനിക്ക് അതൊരു ബുദ്ധി പോലെ തോന്നി. അച്ചായൻ ഞാൻ എന്നാ പറഞ്ഞു, നമുക്ക് ആ ഗ്രൗണ്ടിലോട്ട് പോകാന്ന് പറഞ്ഞു, ഈ വോളിബോൾ കളിക്കുന്നു. അവിടെ ചെന്നിരുന്ന് ഞാൻ പറഞ്ഞു, അച്ചായൻ ഇപ്പൊ മദ്യപിച്ചിരിക്കുക, ഇപ്പൊ പ്രാർത്ഥിക്കാൻ പറ്റത്തുമില്ല, ഞാൻ എന്ത് പറഞ്ഞാലും അച്ചായന് മനസ്സിലാവത്തില്ലെന്ന്. അച്ചായൻ അത് ബോധമുണ്ടോ? ബ്രദർ എനിക്ക് ബോധമുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ബോധമുണ്ട്, എന്റെ മദ്യമെല്ലാം ഇറങ്ങിയെന്ന് പറഞ്ഞു. എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്റെ പുള്ളി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് ഒരു വിടുതൽ പോലെ തോന്നി. എന്നോട് പറയാ, ബ്രദറെ എന്റെ തലയിൽ ഒരു തീ ഇറങ്ങുന്ന പോലെ തോന്നി എന്ന് പറഞ്ഞു. ഓക്കെ, എനിക്കന്നും അത്ര വലിയ ഐഡിയ ഒന്നും ഇല്ല, തീ ഇറങ്ങിയാന്നൊന്നും എനിക്കറിയാം. പക്ഷെ ഇദ്ദേഹം എന്റെ കൂടെ വന്നു. 3 ചേസ് ലിക്വിഡ് എന്റെ മുമ്പിൽ തന്നെ കുപ്പികൾ പരസ്പരം അടിച്ചിട്ട് പുള്ളി പൊട്ടിച്ചു കളഞ്ഞു. 3 ചേസ്. അതിനുശേഷം ഏതാണ്ട് ഈ ഡൺഹില്ലിന്റെ സിഗരറ്റ് 555ന്റെ സിഗരറ്റ് ചേസ് കണക്കിന് കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ തന്നെ കാലിന്റെ ചവിട്ടി മെതിച്ചു കളഞ്ഞു. എന്നെ പറഞ്ഞ, ബ്രദർ ഞാൻ ഇനി മേലെ കുടിക്കത്തില്ല. അച്ഛാ സാറേ, ഞാൻ ചെയ്ത എന്താന്ന് വെച്ചാൽ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ ഇദ്ദേഹത്തിന്റെ റൂമിൽ പോവും. ഞാൻ പറഞ്ഞ, അച്ഛാ ഡ്രസ്സ് ഇട്, എന്റെ കൂടെ വാ. ഞാൻ അവിടെ നിൽക്കുന്ന സമയം വരെ ഇദ്ദേഹത്തെ എന്റെ ചർച്ചയിൽ കൊണ്ടുപോയി ഇദ്ദേഹത്തിന് സാക്ഷ്യം പറയാനും എല്ലാ അവസരവും കൊടുത്തു. അതിനുശേഷം എനിക്കറിയത്തില്ല, അന്ന് മൊബൈലിന്റെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അങ്ങനെ പലതരത്തിൽ ദൈവം ഇങ്ങനെ എന്നെ ഊഹിക്കാൻ തുടങ്ങി. അപ്പോഴില്ല എന്റെ ഹൃദയത്തിൽ ആഗ്രഹം, കുറച്ച് പൈസ ഉണ്ടാക്കി. ഞങ്ങളൊക്കെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ അയച്ചു കൊടുക്കുന്ന, ഞങ്ങൾ വലിയ കുടുംബമൊക്കെയാ പേര്. പക്ഷെ അന്നെല്ലാം ഞാൻ മൊത്തത്തിൽ പറഞ്ഞ പട്ടിണിക്കാരെന്ന് പറഞ്ഞാൽ മതി, അന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ സ്ഥിതി. അപ്പൊ എന്റെ ഹൃദയത്തിനകത്തുള്ള ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല്,
4 പൈസ ഉണ്ടാക്കി സഹോദരങ്ങളെ ഒന്ന് കരപിടിപ്പിക്കണം എന്നൊക്കെ ഹൃദയത്തിൽ ആഗ്രഹം. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം മറിച്ചൊന്നായിരുന്നു. ദൈവത്തിന്റെ ആഗ്രഹം മറിച്ചൊന്നാണ്. ഞാനിത് ഇങ്ങനെ വിസ്താരമായിട്ട് പറയുന്ന ആരെങ്കിലും ഇവിടെ നിന്ന് ഏതെങ്കിലും കോണി കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാവട്ടെ എന്ന് വിചാരിച്ച് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് എനിക്ക് വിവാഹം കഴിക്കേണ്ട ഒരു പ്ലാൻ വന്നു. അപ്പോ ഞാൻ വന്ന ഏകദേശം ഓൾമോസ്റ്റ് നിയർ ഔട്ട് 32 ഒക്കെ അപ്പോഴത്തേനായി. എന്റെ അവിടെയുള്ള IPSലെ പാസ്റ്റർ അലക്സ് ജോൺ പാസ്റ്റർ, അദ്ദേഹത്തിന്റെ പേര് ശരി, അലക്സോൺ പാസ്റ്റർ ഒരുപാട് പ്രപ്പോസൽ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ അച്ഛാ ഒരു കാര്യം പാസ്റ്റർ പോയി നോക്കി നല്ലതാണെങ്കിൽ മാത്രം ഞാൻ പോവാം. അദ്ദേഹം തിരുവല്ലയിൽ ഒരു നല്ല കൊണ്ടുവന്ന് അവിടെ മേനോൻ കുടുംബത്തിലെയ എന്നോട് ഒരു പാസ്റ്റർ തന്നെ ഞാൻ തന്നെ സ്നാനപ്പെടുത്തിയതാ പാസ്റ്ററെ, നല്ല പെൺകുട്ടിയാ, തിരുവല്ലയിലെ ഒരു PW കോൺട്രാക്ടറിന്റെ മോള, ഇഷ്ടം പോലെ പൈസ. അങ്ങനെ എന്നെ വിശ്വാസത്തിൽ എനിക്ക് അവിടെ ഒരു മെന്ററായിട്ട് ബ്രദർ അലക്സ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ബ്രദറെ വീട്ടിൽ ആരെന്ത് എതിർത്താലും മാവേലിക്കരി അദ്ദേഹത്തിന്റെ വീട്, എന്നോട് ബ്രദർ അവിടെ വന്ന് കല്യാണം കഴിക്കും. എന്നോട് ദൈവം പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. എന്റെ ആത്മാവിനകത്ത് വന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവേ, എന്റെ വൈഫ് എന്നെ പോലെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന പത്തനംതിട്ട വള്ളിക്കോട്, ഞങ്ങൾ അടൂർ താമസിക്കുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു കാര്യം, കർത്താവ് എനിക്ക് എന്നെ പോലെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഒരു പെൺകുട്ടി എനിക്ക് വേണം. രണ്ടാമത്തെ എന്റെ ഡിമാൻഡ് ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഏജ്ഡ് ആയിരിക്കണം. അങ്ങനെ ഒരു മച്യൂരിറ്റി വേണം, ഒരു മച്യൂർ ആയിരിക്കണം. ഞങ്ങളെല്ലാം 5 ആണുങ്ങള്. അപ്പൊ ഞങ്ങളുടെയൊക്കെ കഷ്ടം അനുസരിച്ച് എന്റെ മൂത്ത ജ്യേഷ്ഠ അന്നുവരെയും കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഞാനായിരിക്കും ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഒരു ചേട്ടത്തി അമ്മ എന്നുള്ള ഒരു പോസ്റ്റിൽ ഒരു കൺസേൺ ആവുന്ന അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ളതായിരിക്കാം. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ 3.5 വർഷം എന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3.5 വർഷം. നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പ്രപ്പോസൽ വരുന്നുണ്ടായിരുന്നു. ബാങ്ക് ജോലി ചെയ്യുന്നവരെ, ബാങ്കിൽ ചെയ്യുന്ന കുട്ടികള്, നല്ല കുട്ടികൾ, അവരെല്ലാം. മാവേലിക്കര ഒരു ദേവദാസ് എന്നോട്, പാസ്റ്റർ അന്ന് കുവൈറ്റിലോട്ട് പോവാ, എന്നോട് പറഞ്ഞു പാസ്റ്റർ എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞു പോവും. ഞാൻ പറഞ്ഞു പാസ്റ്റർ ഞാൻ പോയി ചത്തുപോയാൽ എന്ത് പെൺകുട്ടി എന്ത് ചെയ്യും? അപ്പൊ അതൊന്നൊരു പ്രാക്ടിക്കൽ അല്ലല്ലോ. അപ്പോ എന്നോട് പറഞ്ഞു പാസ്റ്റർ ബ്രദറെ കുഴപ്പമില്ല. എന്നോട് ആ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഞാൻ എപ്പോ ചെന്നാലും ഈ കുട്ടി പായിട്ട് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ഒരു കുട്ടിയാണ്, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കുട്ടിയാണ്, നല്ല ഹിന്ദു വിശ്വാസത്തിൽ വന്ന്. ഞാൻ പറഞ്ഞു പാസ്റ്റർ എങ്ങനെ ഒരു പക്ഷേ 2.5 വർഷമോ 3 വർഷമോ ഞാൻ കഴിഞ്ഞു വരുമ്പോ ഇതിനേക്കാൾ നല്ലൊരു പ്രപ്പോസൽ ആ കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. അങ്ങനെ ഒരുപാട് പ്രപ്പോസൽ വന്നു. പക്ഷെ എന്റെ ഭാര്യയുടെ ഒരു ഫോട്ടോ മാത്രമാണ് വന്നത്. ഒരു സാധാരണ നിൽക്കുന്ന അങ്ങനെ ഫോട്ടോയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്തൊന്നും അല്ല. ഒരു ഫോട്ടോ വന്നപ്പോ ഓൺ ദ സ്പോട്ടിൽ ദൈവം പറഞ്ഞു ഇതിനെ എഗ്രി ചെയ്യാൻ പറ്റും, സീൽ ചെയ്യാൻ പറഞ്ഞു, ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. ഞാന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്റെ വൈഫിന്റെ വീട്ടിൽ പോയിട്ടില്ല, അവരുടെ റിലേറ്റീവ്സിനെ കണ്ടിട്ടില്ല, അവരുടെ സിറ്റുവേഷൻ നോക്കിയിട്ടില്ല, ഞങ്ങളുടെ വീട്ടിൽ ക്രിസ്ത്യൻ കല്യാണം സംഭവിക്കത്തില്ലായിരുന്നു. അതിനുവേണ്ടി ഞാൻ യഥാർത്ഥത്തിൽ ഡൽഹി വരുന്നത്. അപ്പൊ അതിനു മുമ്പ് ഞാൻ പറഞ്ഞു, ഖത്തറില് ചർച്ച് ഓഫ് ഗോഡിലായിരുന്നു. ചർച്ച് ഓഫ് ഗോഡിലെ അന്ന് പാസ്റ്റർ ബെൻസൺ മത്തായി പാസ്റ്റർ ആയിരുന്നു, എനിക്ക് ഓർമ്മ വരുന്നത്. അതിന് മുമ്പ് പല ദൈവദാസന്മാരിരുന്നു. ലാസ്റ്റ് പാസ്റ്റർ ബെൻസൺ മത്തായി ഒഴിവാക്കി കഴിക്കുന്ന സമയത്ത് അതാണ് വിസിറ്റിംഗ് പോയിന്റ്. എനിക്ക് അത്ര ഓർമ്മ വരുന്നത്. ഖത്തർ ചർച്ച് ഓഫ് ഗോഡ്, 2 ചർച്ച് ഓഫ് ഗോഡ് ഉണ്ട്. ഖത്തർ ചർച്ച് ഓഫ് ഗോഡ് അവിടെയായിരുന്നു. അപ്പൊ അവിടെ എന്റെ വേല സുവിശേഷ വേലയ്ക്ക്. അതിനുശേഷം അപ്പൊ ഞാൻ ആ കാര്യം പറഞ്ഞില്ല, സുവിശേഷ വേലയുടെ വിളിക്ക് നമ്മള് ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് നമ്മള് പോയില്ലെങ്കിൽ അത് നമുക്കൊരു ട്രാജഡി ആയിട്ട് തീരും. ഞാൻ പൈസ ഉണ്ടാക്കണം, വീടിനെ രക്ഷപ്പെടുത്തണം. എന്റെ വൈഫും സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന്, അവള് പത്തനംതിട്ട കോളേജിൽ പഠിക്കുമ്പോൾ നിരീശ്വരവാദിയുടെ ലീഡറായിരുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു, നിരീശ്വരവാദിയുടെ ദൈവം ഇല്ലെന്ന് അവള് പ്രൂഫ് ചെയ്ത് സംസാരിക്കുമായിരുന്നു. അങ്ങനെ സ്വന്തം ആങ്ങളയുടെ കൂടെ ഡൽഹിയിൽ ജോലിക്കായിട്ട് വന്നതാണ്. ദില്ലിയിൽ ജോലിക്കായിട്ട് വരുന്ന പലയിടത്തും ജോലിയൊക്കെ കിട്ടി. അങ്ങനെ IPSലെ കുറച്ച് സഹോദരികളുമായിട്ടൊക്കെ പരിചയപ്പെട്ടു. അന്ന് അവള് വലിയൊരു ഭയങ്കര വൃത്തത്തിലെ പൊട്ടുമൊക്കെ തൊട്ട് ഇങ്ങനെ നടക്കുന്ന കാലം. അപ്പൊ ഈ സഹോദരികൾ പോയി സുവിശേഷം പറഞ്ഞു. പക്ഷെ എന്റെ വൈഫിന് ഒരു ട്രാജഡി ഇല്ലായിരുന്നു. ഒന്ന് സത്യം അറിഞ്ഞ അവള് വിശ്വാസത്തിൽ വന്നു. ഞാനൊക്കെ ഒരു വലിയ പ്രയാസത്തിൽ കൂടെ കടന്നുപോയ കർത്താവിനെ അറിഞ്ഞതാ. പക്ഷെ അവൾക്ക് അങ്ങനെ ഒരു ഫിസിക്കൽ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. അവള് സത്യം അറിഞ്ഞു, ഇതാണ് ഏക രക്ഷകൻ എന്നുള്ള ബോധമൊക്കെ ഉണ്ടായി. ഒരു സമയത്ത് അവള് യേശു ദൈവം ഇല്ലെന്ന്
പറഞ്ഞു നടന്നവൾക്ക് അവൾക്ക് സത്യം മനസ്സിലാക്കിയപ്പോൾ അവൾ ആ സഹോദരികളുടെ കൂടെ പ്രാർത്ഥിക്കാൻ പോയി. അങ്ങനെ സ്നാനപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ആങ്ങളെയും പെങ്ങളും കൂടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഈ പെങ്ങളെ അറിയാതെ തന്നെ വീട് മാറിപ്പോയി. ഉണ്ടായിരുന്ന റേഷൻ കാർഡും പാത്രങ്ങളും എല്ലാം എടുത്തോണ്ട് ഒരുപാട് വർഷം എവിടെയോ പോയി. അവസാനം എന്റെ കല്യാണ സമയത്ത് ആരോ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്ന, അത് ഇടയ്ക്ക് പറ്റുമെങ്കിൽ കുറച്ചും കൂടെ പറയാം. അപ്പോ ഈ എന്റെ ഉള്ളിൽ എനിക്കങ്ങ് പൈസ ഉണ്ടാക്കണം, വീടൊന്ന് രക്ഷപ്പെടുത്തണം, ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വേണം. പക്ഷെ ദൈവത്തിന്റെ ആ പദ്ധതിക്കകത്തൂടെ യഥാർത്ഥത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഔട്ട്സൈഡിൽ കൂടെ ഒക്കെ സുവിശേഷ വേല ചെയ്യുന്നു. ഞാന് ഒരു പ്രാവശ്യം അബുദാബി പോകുന്ന സമയത്ത് ഫ്ലൈറ്റിൽ ഇരുന്ന ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തി. എന്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുക. അപ്പൊ ഈ ലിക്വിഡ് കൊണ്ട് കൊടുക്കത്തില്ലേ, അപ്പൊ എന്നോട് അവൻ ചോദിച്ചു, ഒരു ഗുജറാത്തി ബ്രാഹ്മണനാ, എന്നോട് ചോദിച്ചു താങ്കൾ കുടിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുടിക്കത്തുമില്ല, കുടിപ്പിക്കത്തുമില്ല എന്ന് പറഞ്ഞു. അതെന്താ, നമുക്ക് ഫ്രീ കിട്ടുന്നതല്ലേ ടിക്കറ്റ്? ഞാൻ ചോദിച്ചു, എടാ ഈ ഫ്ലൈറ്റ് ഓടുന്ന എനിക്കറിയാവോ, ഇതിനകത്തൊരു പക്ഷി തട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു പിടി ചാമ്പലായിത്തീരും, നിനക്കൊരു 2-3 മണിക്കൂറെങ്കിലും ഇതൊന്നും ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ലയോ? അപ്പൊ കുറച്ചൊക്കെ അവൻ പറഞ്ഞു, ഞാൻ പണ്ടിട്ടാ അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു, പണ്ടിട്ടാ നിന്റെ അച്ഛനും അമ്മയും നിന്നോട് പറഞ്ഞു മോനെ നെയ്യ് കഴിക്കുക, പാല് കുടിക്കുക, ഭക്ഷണം കഴിച്ച്, ചാരായം കുടിക്കാൻ നിന്നെ ആരാ പഠിപ്പിച്ചെന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു അവന് ലിക്വിഡ് റിട്ടേൺ ചെയ്തു, പിന്നെ ബിയർ വാങ്ങിച്ചു, ബിയർ റിട്ടേൺ ചെയ്തു, പിന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു. അവസാനം ഞാൻ അവനോട് സുവിശേഷം പറഞ്ഞ് ഇത് ആ സമയം അത്രയും സമയത്തിനുള്ളിൽ എന്തെല്ലാം പറയാൻ പറ്റൂ അതെല്ലാം പറഞ്ഞു പിടിപ്പിച്ചു. പക്ഷെ ലാസ്റ്റ് ഞാൻ അവൻ എന്നെ വെയിറ്റ് ചെയ്തു, അവിടെ വരെ ഇറങ്ങി എന്നെ കണ്ട് വിഷ് ചെയ്തു. എന്റെ അഡ്രസ് ഇതാണ്, എനിക്ക് എവിടെയെങ്കിലും ചർച്ചയിൽ പോകാനൊക്കെ ഉള്ള അവസരം ഒരുക്കി തരണമെന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് അവിടെ ചെന്നിട്ട് എനിക്ക് സിം കിട്ടാനും മൊബൈൽ കിട്ടാനും ഒക്കെ ഒരുപാട് സമയമായി. പിന്നെ ആ കോണ്ടാക്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം, ദൈവം നമ്മെ ഉപയോഗിക്കുന്ന മേഖലകളെ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ അറിയാം നമ്മൾക്ക് എവിടെയാണ് നമുക്ക് നമ്മുടെ സക്സസ് ഏരിയ, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് സ്റ്റാൻഡ് ആവേണ്ടത്, ഏത് റൂട്ടിൽ കൂടെ പോകേണ്ടതെന്നൊക്കെ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കൂടെ നമ്മൾ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ വഴികൾ തെളിഞ്ഞു കിട്ടുന്നത്. എന്നെ കേൾക്കുന്ന അത് അങ്ങനെ ചെയ്യാത്തതിന്റെ പേരിൽ സംഭവിച്ചത് എന്താണെന്നറിയാവോ? എന്റെ മൂത്ത മോൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാൻ ഇടയത്. ഞാൻ ഖത്തറിൽ ജോലി ചെയ്യുന്ന സമയത്ത് നല്ല ജോലിയാ, ഒരുമാതിരിയൊക്കെ അന്നത്തെ കാലത്ത് വലിയ ശമ്പളങ്ങളൊന്നും ഇല്ലെങ്കിലും കുടുംബമൊക്കെ കഴിഞ്ഞു പോകും, അങ്ങനെയൊക്കെയുള്ളൊരു ജോലിയായിരുന്നു. എന്നാ നല്ല ജോലിയായിരുന്നു. ഇപ്പോഴും ആ കമ്പനി ഉണ്ട്, ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളെല്ലാം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിൻകാലങ്ങളിൽ ദൈവം എന്നെ അവിടെ സുവിശേഷകനായി ആ കമ്പനി കൊണ്ടുപോയി, ആ പ്രദേശത്ത് കൊണ്ടുപോയി, ഓഫീസിൽ പോയി എല്ലാവരെയും കാണുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ദൈവം അവസരം തന്നു. പക്ഷെ എൻ്റെ മകൻ ഈ ലോകത്തിന് പെട്ടെന്ന് ഇച്ചിരി ഹാർട്ടിന് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അന്നും ഖത്തറിൽ വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക, അമ്പലങ്ങളൊക്കെ തകർക്കുന്ന ഒന്നും പറയുന്നില്ല ഞാൻ. അങ്ങനെ നല്ല രീതിയിൽ ഒരു വലിയൊരു സുവിശേഷ വേലക്കാരന്റെ അതേ, ഒരു പാസ്റ്ററിന്റെ അതേ ശുശ്രൂഷ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ട്രാക്ട് കൊടുക്കാൻ പോവുക, പ്രാർത്ഥിക്കുക, ആളുകളെ ആ ചർച്ചിലേക്ക് കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ പെട്ടെന്ന് എൻ്റെ മകൻ മരിച്ചുപോയി. പെട്ടെന്ന് ഞാനെല്ലാം ഷട്ട് ഡൗൺ ചെയ്തിട്ട് വീണ്ടും വന്നു. പിന്നെ എനിക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ ഇതെന്തോ ദൈവത്തിന്റെ ഒരു സ്പർശനമാണല്ലോ. ഓട്ടോമാറ്റിക്കലി ദൈവനോട് സംസാരിച്ചു. അപ്പോഴും ആരും പറഞ്ഞില്ല ദൈവവേലയ്ക്ക് ഇറങ്ങണമെന്നൊന്നും. എനിക്കത് മനസ്സിലായി. ഞാൻ അന്ന് ഞാൻ ഡൽഹിയിൽ സമർപ്പണം ചെയ്ത്, കർത്താവേ എനിക്ക് ഏതായാലും പോയെങ്കിലേ പറ്റത്തുള്ളൂ, എനിക്ക് 2 വർഷം വേണമെന്ന് പറഞ്ഞു. എല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാവുന്നത്. പോയി ഏതാണ്ട് 1 വർഷം കഴിയുന്നതിന് മുമ്പ് ഞാൻ തിരിച്ച് റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിൽ വന്നു, ദില്ലി വന്നു, ബൈബിൾ കോളേജ് ജോയിൻ ചെയ്തു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദൈവം എനിക്കൊരു ദർശനം. അന്ന് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം, എനിക്ക് മലയാളി ചർച്ച വേണ്ട, എനിക്ക് ഹിന്ദിക്കാരുടെ ഇടയ്ക്ക് തന്നെ പ്രവർത്തിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ മലയാളത്തിലൊക്കെ ഒരുപാട് ദൈവദാസന്മാർ, ഞാൻ ഇവിടെ ദില്ലി വരുന്ന സമയത്ത് IPC പോവാൻ, ചർച്ച് ഓഫ് ഗോഡിൽ പോവാൻ ഒരുപാട് വിശാലപ്പെട്ട റിലേഷൻ ഒക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള, ഇന്ന് ഞാൻ പ്രവർത്തിക്കുന്ന ഫുൾ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ്, കേരളവുമായിട്ട് ഒരു ബന്ധമില്ല. കേരളത്തിൽ ഞങ്ങൾക്ക് സഭയില്ല. ഈ പേര് പറയുമ്പോൾ തന്നെ ഒരുപാട് ചർച്ച് ഓഫ് ഗോഡ് ഒരുപാടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കേരളവുമായിട്ട് ബന്ധമില്ല. കേരളത്തിൽ ഞങ്ങൾക്ക് സഭയും ഇല്ല, നോർത്ത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഹിന്ദിക്കാരുടെ അടുത്ത് മാത്രം സുവിശേഷം പറയുന്ന ഒരു സംഘടനയായിട്ട് ഞാൻ പാസ്റ്റർ മാത്യു ഉമ്മൻ, അങ്ങനെ ദൈവദാസനും ഒക്കെ അറിയാവുന്നവരാ. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കും, ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക് ഹിന്ദിക്കാരുടെ അടുത്തേക്ക് പ്രവർത്തിക്കാൻ ആരും ഒറ്റ ക്രിസ്ത്യാനി ഇല്ലാത്തത് തന്നെ അയക്കണം. എൻ്റെ ഒറ്റ ഒരു ആഗ്രഹം, ആരും ക്രിസ്ത്യാനിസ് ഇല്ലാത്ത ഒരു പ്രദേശത്ത് തന്നെ അയക്കണം. അപ്പൊ അങ്ങനെ ഗ്രാജുവേഷന്റെ ഒക്കെ ഓൾമോസ്റ്റ് ആ സമയം വന്ന് ലാസ്റ്റ് ടൈമിലൊക്കെ എല്ലാ കുട്ടികളും
ദർശനം വായിക്കുന്നു, മിനിസ്ട്രിയെ കുറിച്ചൊക്കെ ഒരു ഇങ്ങനെ വായിക്കുന്ന സമയത്ത് എനിക്കും ദൈവം ഒരു ദർശനം തന്നു. ദർശനം ഇതാ, ഞാനൊരു വലിയ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ആടും മനുഷ്യനെ പോലെ ഇരിക്കുന്ന ആളുകളുടെ മധ്യത്തിൽ ഞാനൊരു ഇടയനായിട്ട് ഇങ്ങനെ ഒരു വടിയും പിടിച്ച് നിൽക്കുന്നു. അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി. വളരെ ഫ്ലാറ്റാ എന്ന് വെച്ചാൽ ഗൾഫിന്റെ പ്രദേശമാണ് ഞാൻ കാണുന്നത്. ഞാൻ ചിന്തിച്ചു, കർത്താവേ, ജോലിയും ചെയ്യാം, പൈസയും സമ്പാദിക്കാം, സുവിശേഷ വേലയും ചെയ്യാം, ദൈവവേലയും ചെയ്യാം, പൈസയും സമ്പാദിക്കാൻ മനസ്സിലായത് വളരെ സന്തോഷം. അങ്ങനെ യാദൃശ്യമായിട്ട് ഞാൻ ഇപ്പൊ മിനിസ്റ്റർ ചെയ്യുന്ന പ്രദേശത്ത് ദൈവം ഒരു സുഹൃത്തിന്റെ കൂടെ എന്നെ അയക്കാൻ തുടങ്ങി. ആ പ്രദേശത്ത് ഞാൻ ലോഞ്ച് അവിടെ സ്റ്റെപ്പ് വെച്ചപ്പോൾ തന്നെ ദൈവം എനിക്ക് ആ ഒരു ദർശനം വീണ്ടും റിവീൽ ചെയ്തു. ദൈവം പറഞ്ഞു, ഈ സ്ഥലത്താണ് നിനക്ക് വേലയുണ്ടെന്ന് പറഞ്ഞു. എന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര ആനന്ദം ഉണ്ടാവാൻ തുടങ്ങി. ഒറ്റ ക്രിസ്ത്യൻസ് ഇല്ല, കുറച്ച് കാത്തലിക്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ഹിന്ദിക്കാര്, ഒഡീസക്കാര്, ജാർഖണ്ഡ്, അങ്ങനെയല്ലാതെ ഒറ്റ ക്രിസ്ത്യൻസ് അവിടെ ഇല്ല. ഗ്രൗണ്ട് വർക്ക് തൊട്ട് അത് ഞാൻ ലാസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഞങ്ങളെ അയച്ചു, ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഏതാണ്ട് 24 വർഷത്തോളമായി ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോ അന്ന് ഖത്തറിൽ വെച്ചു ദൈവം എനിക്ക് ഇങ്ങനെ ഒരു ട്രാജഡി തന്നു. എനിക്ക് മനസ്സിലായി ഇത് ദൈവത്തിന്റെ സ്പർശനമാണ്, എനിക്ക് ദൈവവേലയ്ക്ക് ഇറങ്ങണം. ഞാനെല്ലാം പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്ത് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ബൈബിൾ കോളേജ് ചേർന്നു. അങ്ങനെ അവിടുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇന്ന് ഏതാണ്ട് 21 വർഷമായി. ഒറ്റ ക്രിസ്ത്യൻസ് ഇല്ല. ദൈവം ഒറ്റ ദർശനം എനിക്ക് തന്നു. ഈ ദർശനമായിട്ടാണ് ഞാൻ അവിടെ പോയത്. ഒരാളിനോട് വെള്ളം ചോദിക്കാൻ പോലും ഒരു റെഫറൻസ് എനിക്കില്ലായിരുന്നു. വെള്ളം ചോദിക്കാൻ പോലും ഒരു റെഫറൻസ് ഇല്ല, വീടില്ല, ആരുമില്ല, ഒരറിവുമില്ല. ആ ദർശനം വെച്ച് ആ പ്രദേശത്ത് പോയി ഞങ്ങൾ ഗ്രാസ് റൂട്ട് തൊട്ട് ഗ്രൗണ്ട് വർക്ക് തൊട്ട് ട്രാക്ട് കൊടുക്കാൻ തുടങ്ങി. ഞങ്ങൾ 3-4 ബസ് മാറി. അന്ന് എൻ്റെ വൈഫ് ഒരു ചെറിയ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ വീട്ടിൽ വരുന്നതിന് മുമ്പ് ഞാൻ പറയും, ഇന്ന ബസ് സ്റ്റാൻഡിൽ നിൽക്കണമെന്ന് പറയും. അവള് ജോലി ചെയ്ത് തളർന്നാ വരുന്നത്, അവളെയും കൂട്ടിക്കൊണ്ടു പോകും. 3 ബസ് കയറി. ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നിടത്ത് നിന്ന് ഏതാണ്ട് 18-20 കിലോമീറ്റർ ഇപ്പോഴും എൻ്റെ ചർച്ച് നൻസഫ്ഗഡ് എന്ന് പറയും. ഞങ്ങൾ ഇവിടുന്ന് 3 ബസ് കയറി ഇറങ്ങി, പിന്നെ സൈക്കിൾ റിക്ഷ, പിന്നെ കുറച്ചു നേരം നടന്ന്. അപ്പോഴത്തേനും ഞാൻ ട്രാക്റ്റും ഒക്കെ ഒരുക്കി ബസ് സ്റ്റാൻഡിൽ നിൽക്കും. ഞങ്ങൾ പോവും. എല്ലാ വീടുകളും കയറി ഇറങ്ങി ട്രാക്ടൂർ. അന്നത്തെ കാലത്ത് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ 2019 ഏതാണ്ട് 17 RSSകാർ വന്ന് ഞങ്ങളെ ഉപദ്രവിച്ചു. ഞങ്ങളൊരു പബ്ലിക് മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് അടി കിട്ടിയില്ല. അപ്പോഴത്തേനും ഞാൻ സ്റ്റേജിലായിപ്പോയി, അതുകൊണ്ട് എനിക്ക് അടി കിട്ടിയില്ല. പക്ഷേ എൻ്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് കടന്നു വന്ന 1-2 ദൈവദാസന്മാരെ വളരെ ക്രൂരമായിട്ട്, പാസ്റ്റർ ബെന്നി MK, അദ്ദേഹത്തിന്റെ സാക്ഷി ഒരു പക്ഷേ ഈ TV കൂടെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹത്തിന് അടി കിട്ടി. പാസ്റ്റർ ചെറിയാൻ, അദ്ദേഹം ഇപ്പോൾ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. പിന്നെ ഒരു ഹിന്ദിക്കാരൻ പാസ്റ്റർ, 17 പേര് വന്ന് ഈ 2 ദൈവദാസന്മാരെ ഉപദ്രവിച്ചു. അവരുടെ ലിവർ പൊട്ടി, അവരുടെ ബാക്ക് ബോൺ പൊട്ടി. പാസ്റ്റർ ബെന്നി MK എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹം തണുപ്പ് സമയമാകുമ്പോൾ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റത്തില്ല. അന്ന് കിട്ടിയ അടിയുടെ വേദനയും പ്രയാസം ഇന്നും അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ട്. ചെറിയാൻ എന്ന് പറയുന്ന ദൈവദാസന്, അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ വലിയ പ്രയാസത്തിൽ കൂടെ ഒക്കെ ഞങ്ങൾ അവിടെ കടന്നു പോയിട്ട് വന്നു. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. പക്ഷെ അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെയും ദൈവത്തിന്റെ ആ ഒരു പ്രത്യേക സംരക്ഷണം, വലിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഞങ്ങളെ കൊണ്ട് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ചർച്ച് ഇപ്പോഴും അത്ര വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ചർച്ച് ഒന്നും ആയിട്ടില്ലെങ്കിൽ തന്നെയും ഞങ്ങളൊരു ചെറിയ കുടിസ് റൂമിൽ, പിന്നെ അതിനുശേഷം 2 വർഷത്തോളം ഞങ്ങൾ ട്രാക്ടർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു, പോക്ക് വരവ് തന്നു. അതിനുശേഷം ഒരു ചെറിയ വാടക കെട്ടിടത്തിൽ തുടങ്ങി, അത് നിറയാൻ തുടങ്ങി. അതിനുശേഷം ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എങ്ങനെയാ, ഒരു വീട് വേണമല്ലോ. അങ്ങനെ ദൈവം യാദൃശ്യമായിട്ട് ഒരു പീസ് ഭൂമി തരാൻ തുടങ്ങി. ഒരു പൈസയും കയ്യിലില്ലായിരുന്നു. അത് 12% പലിശയ്ക്ക് വാങ്ങി പൈസ ലോൺ എടുത്തു. നാട്ടിലുണ്ടായിരുന്ന എല്ലാ ഭൂമിയും വിറ്റു. ഞങ്ങളിപ്പോ നാട്ടിൽ പോയി കഴിഞ്ഞാൽ വരാന്ത കിടക്കുന്നതിന്റെ കൂട്ടാ കിടക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ഒരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉണ്ടായിരുന്നെല്ലാം ഞങ്ങൾ വിറ്റു കൊണ്ടുവന്ന് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സെന്റ്, നമ്മുടെ നാട്ടിലെ സെന്റ് അല്ല ഇവിടെ പറഞ്ഞ് ഗജം എന്ന് പറയും. ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ 50 ഗജ. ഒരു സെന്റ് 50 ഗജ. അതിന്റെ ആ ഒരു ഭാഗത്തിന് 35,000, 40,000, 50,000 രൂപ വിലയാണ്.
അപ്പൊ അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന് വാങ്ങിച്ചു. ഇപ്പൊ ഏതാണ്ട് ഒരു 100-200 പേർക്ക് 150 പേർക്ക് നല്ല രീതിയിൽ ഇരുന്ന് ആരാധിക്കത്തക്ക ഉള്ള ഒരു ഒരു ചർച്ചായി. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെ വെറുതെ സാക്ഷ്യം പറയുന്നില്ല. ഞാനിപ്പോ ഇരിക്കുന്ന വീട് എന്റെ സ്വന്തമാണ്. ഞാൻ ഈ ഡൽഹി പട്ടണത്തിൽ ആദ്യം വരുന്ന കാലത്ത് ഞാൻ ഇവിടെ ചാക്ക് പുതച്ച് കിടന്നിട്ടുണ്ട്. അന്ന് ഞാൻ ജോലിക്കാരനായിരുന്നു, ദൈവത്തെ അറിയുന്നവനായിരുന്നില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ടായിരുന്നു. ഞാൻ തണുപ്പ് സമയത്ത് ചാക്ക് പുതച്ച് കിടന്നു. എനിക്കൊരു തണുപ്പ് ഡ്രസ്സ് ഇടാനില്ലായിരുന്നു, ഭക്ഷണം കഴിക്കാനില്ലായിരുന്നു. ഒന്നും കൂടെ പറഞ്ഞ് നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ കടയുടെ മുമ്പിൽ പുറകെ പോയിട്ട് ഈ കടുവൊക്കെ വറക്കുന്ന വടയും പക്കാവടയൊക്കെ ഉണ്ടാക്കുന്ന ഞാൻ ഇങ്ങനെ ശ്വസിക്കുമായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വളരെ ആഗ്രഹം. ഞാൻ എല്ലാ ആംഗിളിലും പറയത്തില്ല. ആമേൻ. ആ പട്ടണത്തിൽ ദൈവം എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. 3 ബസ്സും സൈക്കിൾ റിക്ഷയും കയറി ഇറങ്ങാൻ തുടങ്ങി. പഴയതാണെങ്കിലും കാറിൽ കൂടെ സഞ്ചരിക്കാൻ ദൈവം മാനിക്കാൻ തുടങ്ങി. പഴയ കാറ്. കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാ ദൈവദാസന്മാരും, അറിയപ്പെടുന്ന ഒരു ദൈവദാസന്മാരെയും വെറുതെ വിടാത്തില്ല. വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കഴിപ്പിച്ച് അവർക്ക് ശുശ്രൂഷ വാങ്ങിച്ചു കൊടുത്ത് അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചേ ഞങ്ങൾ വിടാറുള്ളൂ. ആമേൻ. ചെറിയ വീടാ കാര്യങ്ങളൊക്കെ. അങ്ങനെ പലതരത്തിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങി. ദൈവം ചർച്ച തന്നു. ഒരു പൈസയും കയ്യിലില്ലായിരുന്നു. പക്ഷെ കുറച്ചൊക്കെ ഞങ്ങൾ ലോൺ എടുത്തുകൊണ്ട് വർഷങ്ങളോളം ഞങ്ങൾ ലോൺ അടച്ചു. കിട്ടുന്ന പൈസ എല്ലാം പലരും എന്നോട് പറഞ്ഞു, പാസ്റ്റേ കടം വാങ്ങിക്കുന്നത് ബൈബിളിന് തെറ്റാ. ഞാൻ പറഞ്ഞു, പാസ്റ്റേ 100% ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചോദിച്ചു, പാസ്റ്റേ മെഡിക്കൽ ലോൺ എടുക്കുന്നുണ്ട്, ഹൗസിംഗ് ലോൺ എടുക്കുന്നുണ്ട്, കാർ ലോൺ എടുക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ ലോൺ നമ്മളെല്ലാവരും എടുക്കും. അത് നമ്മുടെ, പക്ഷെ കർത്താവിന് വേണ്ടി ഒരു ലോൺ എടുക്കുന്നതിനകത്ത് തെറ്റില്ലല്ലോ. അന്ന് എൻ്റെ വൈഫിന് ഒരു ജോലി ഉണ്ടായിരുന്നു, അതിന്റെ റെഫറൻസിലായിരുന്നു എടുത്തത്. ഇപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ വൈഫിന്റെ ജോലി പോയി, വർഷങ്ങളായി ജോലി പോയി. സർക്കാർ ഒരു NGO, വേൾഡ് വിഷൻ എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ NGOയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സർക്കാർ അത് അടപ്പിച്ചു. അങ്ങനെയൊക്കെ നല്ല ഗുണങ്ങൾ സർക്കാർ ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ 3-4 വർഷമായിട്ട് അവർക്കും ജോലിയില്ല. ഞങ്ങളെ കർത്താവ് വളരെ സുഖമായിട്ട് നടത്തുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ എവിടെ കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുക, അവിടെ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ദൈവം ചെയ്യുന്നുള്ളതാണ്. ഞങ്ങള് ഏതാണ്ട് ഡിസംബർ ഏതാണ്ട് ഒരു 10-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെ ഞങ്ങൾ സുവിശേഷ പ്രവർത്തനം ചെയ്യും. റോഡ് നീളെ, സ്ട്രീറ്റില്, ഓപ്പൺ പ്ലേസില്. ഞങ്ങളുടെ ചർച്ച എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചർച്ച, 10-80 ഒരുപാട് പേര് വരും പോവും, സൗഖ്യമാവും പോവും. ശുശ്രൂഷ വലിയ രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ ആ ഉള്ളവരെന്ന് പറഞ്ഞാല് വളരെ സ്ട്രോങ് ആണ്. ഏത് പാതിരാത്രിക്കും ഇവിടെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറക്കി കെട്ടി എൻ്റെ അടുത്ത് വരും. അവരുടെ പൈസ കൊണ്ടായി സുവിശേഷ വേല എല്ലാം നടക്കുന്നത്. ഡിസംബറൊക്കെ എല്ലാ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ഇതുവരെയും ദശാംശത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 പ്രാവശ്യം ദശാംശത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഒരാവശ്യമാണല്ലോ. എന്നാൽ ഞാൻ പറയും, ഇതൊന്നും തരാൻ വേണ്ടി ഒന്നുമല്ല. പക്ഷെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് ദശാംശമായാലും അല്ലാതെ ആയാലും അവർ സാമ്പത്തികം തരും. ജോലി ചെയ്യുന്നവരെല്ലാം, ഞാൻ വളരെ ക്ലിയർ, വളരെ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. എന്റെ ചർച്ചിനകത്ത് ഒരിക്കലും സാമ്പത്തികത്തെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറില്ല. സംസാരിക്കുന്ന ആർക്കെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസിൽ ഒരു ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു ആവശ്യം വന്നു, ഒരു എമർജൻസി വന്നാൽ ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. അത് ചർച്ചിൽ പബ്ലിഷ് ചെയ്യത്തില്ല, ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യും. പക്ഷെ ആവശ്യത്തിലേറെ പൈസ അവർ കൊണ്ടുതരും. എല്ലാവരും സാധാരണക്കാരാണ്. സാറേ, എൻ്റെ ചർച്ചിൽ ആരും ഓഫീസ് ജോലി ചെയ്യുന്നവരില്ല, ആരും നല്ല ശമ്പളം എടുക്കുന്നവരില്ല, എല്ലാ സാധാരണക്കാരാണ്. മാക്സിമം ശമ്പളം എന്ന് വെച്ചാൽ 15,000, 18,000, 20,000 എന്നൊക്കെ കുട്ടിക്കും. പക്ഷെ അവരെല്ലാം ഓരോ ആവശ്യത്തിന് ഓരോ മാസത്തെ സാലറി കൊണ്ടുതരും, 15 ദിവസത്തെ സാലറി കൊണ്ടുതരും. കറക്റ്റായിട്ട് ദശാംശം. കോവിഡ് സമയത്ത് എല്ലാ ദൈവദാസന്മാരും ഭാരപ്പെടുമായിരുന്നു. അയ്യോ, ജോലി നിന്നു, അത് നിന്നു, സാമ്പത്തികമില്ല. എൻ്റെ വിശ്വാസികളെല്ലാം റോഡിൽ വന്ന് വിളിക്കും, പാസ്റ്റർ ഇങ്ങോട്ടൊന്ന് വരാമോ? നമുക്കറിയാം. ബസ് സ്റ്റാൻഡിൽ വന്ന് വിളിക്കും, പാസ്റ്റർ ഇങ്ങോട്ടൊന്ന് വരാമോ? അവിടെ ദശാംശം കറക്റ്റ്. കോവിഡ് കഴിഞ്ഞിട്ട് വരാൻ പറ്റാത്തവർക്കൊക്കെ പാസ്റ്ററെ ഓഫറിങ്, ഞാൻ 1-2 വിശ്വാസികളുടെ കാര്യം പറയാ, ഓഫറിങ് പ്രത്യേക ഒരു പ്ലാസ്റ്റിക്കിനകത്ത് കെട്ടി
ഓഫറിംഗ് ചർച്ച ഓൺലൈനിലാണ് നടക്കുന്നത്. ദശാംശം വേറൊരു പ്ലാസ്റ്റിക്കിനകത്ത് കെട്ടി 1000, 10,000, 3000, 4000, 2000 ചർച്ച് ഓപ്പൺ ആയതിനു ശേഷം അവർ വീട്ടിൽ ചെല്ലുമ്പോഴും അല്ലാതെ എനിക്ക് കൊണ്ടുതരാൻ തുടങ്ങി. അമേൻ. ഇന്ന് വരെ ഞാൻ ദശാംശത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, ആവശ്യമായിട്ട് എനിക്ക് തോന്നി. വർഷങ്ങൾക്ക് ശേഷം ആദ്യ കാലങ്ങളിൽ ഞങ്ങൾ ഓഫറിംഗ് പോലും എടുക്കത്തില്ലായിരുന്നു. ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. എല്ലാ സൺഡേയിലും ഭക്ഷണം കൊടുക്കും. എല്ലാ സൺഡേ ദൂരത്തു നിന്നൊക്കെ വരുന്നവരാ, ഭക്ഷണം കൊടുക്കും. അങ്ങനെ നമുക്ക് എങ്ങനെ അവരെ സ്നേഹിക്കാൻ പറ്റുമോ, കരുതാൻ പറ്റുമോ. ഞങ്ങൾ ബർത്ത്ഡേക്കൊക്കെ വലിയ സഹോദരിമാർക്ക് പോലും ചിലപ്പോൾ സാരിയും, എൻ്റെ വൈഫിനെ കെട്ടിപ്പിടിച്ച് പറയാം, എൻ്റെ ഭർത്താവ് പോലും, എൻ്റെ ഭർത്താവിന്റെ വീട്ടുകാർ പോലും ചെയ്യാത്ത കാര്യങ്ങൾ ആന്റി ചെയ്യുന്നത്, അല്ലെങ്കിൽ പാസ്റ്റർ ചെയ്യുന്നത്. എൻ്റെ ഭർത്താവ് പോലും എൻ്റെ അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അവരൊക്കെ ഒരു ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞങ്ങൾ അവർക്ക്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്കുള്ള നേട്ടം, ഞങ്ങൾക്ക് അവർ വിശ്വാസിയായിട്ടല്ല തോന്നിയത്, ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറെ പോലെ. എന്നാൽ എന്നെ പോലെ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി, ഒരു പാസ്റ്ററും എനിക്ക് ഉണ്ടാവും, ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും ദേഷ്യപ്പെടാറുണ്ട്. പക്ഷെ അവർക്കത് വേറെ ആയിട്ട് ഫീൽ ആവത്തില്ല. കാരണം അങ്ങനെ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ്. എന്നാൽ പലതരത്തിലുള്ള ആളുകളുണ്ട് ചർച്ചിനകത്ത്, നമുക്ക് ദോഷം ചെയ്യുന്ന, നമുക്ക് വിരോധമായിട്ട് ഒക്കെ ഉണ്ട്. പക്ഷേങ്കിലും ദൈവം എനിക്ക് കുറച്ച് ആളുകളെ, എൻ്റെ ഏതൊരു ആവശ്യം വിളിച്ചു പറഞ്ഞാലും, ഇവൻ പൈസയുടെ ആവശ്യം, ഒരാവശ്യം, ചിലരൊക്കെ എന്തോ എനിക്കറിയത്തില്ല, അവർക്ക് മനസ്സിലാവും, അവർക്കത് മനസ്സിലാവും. അങ്ങനെ ഒരു സ്ട്രോങ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം, നമ്മൾ സിൻസിയറായിട്ടാ കർത്താവിന്റെ വേല, നമുക്കൊരു മണി മൈൻഡും ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തോ ഞങ്ങളത് ചെയ്ത്, അപ്പൊ അതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് ലഭിച്ചത്, അങ്ങനെ ഒരു പറ്റം ആളുകളെ ദൈവം ഞങ്ങൾക്ക് തന്നു. ഏതാണ്ട് 10-21 വർഷം, 2003 ഞങ്ങൾ അവിടെ ലോഞ്ച് ചെയ്തു. 2006 ഞങ്ങൾ ചർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തു. അന്ന് പോലെ ഇന്ന് 2025 ആയിട്ട് ഏതാണ്ട് 19-20 വർഷം, അങ്ങനെ കണക്കൂട്ടി കറക്റ്റ് എക്സാക്ട് 19-20 വർഷം ഇപ്പൊ ആവുന്നു. ആ പ്രദേശത്ത് കർത്താവിന്റെ വലിയ വേല ചെയ്യാൻ ഞങ്ങൾക്ക് ദൈവം സഹായിച്ചു. എൻ്റെ വീട്ടിൽ ഇതുവരെ ഒറ്റ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിലില്ല. എൻ്റെ വീട്ടിൽ ആരും വിശ്വാസത്തിലില്ല. എൻ്റെ വൈഫിന്റെ വീട്ടിൽ ആരും വിശ്വാസത്തിലില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടേ ഞങ്ങളുടെ ജീവിതത്തിലില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി, എൻ്റെ വൈഫ് ഒറ്റയ്ക്ക് ഇറങ്ങി. ഞങ്ങളെ ദൈവം കൂട്ടിമുട്ടിച്ചു. ദൈവം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ തന്നു. ഒരു മകൻ മരിക്കപ്പെട്ടു. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. സാമ്പത്തിക ഞെരുക്കങ്ങൾ വന്നു. ഞങ്ങളെ ചർച്ച പണിയാൻ തുടങ്ങി. ഞാൻ മാനസിക രോഗി, അങ്ങനെ മാനസിക നില തെറ്റുന്ന തരത്തിലായി. ഇതെങ്ങനെ കൊടുത്തു തീർക്കാൻ പറ്റും എന്നുള്ള ചിന്താഗതി വരാൻ തുടങ്ങി. പക്ഷെ അവിടെ എല്ലാം ദൈവം ഞങ്ങളെ മാനിക്കാൻ തുടങ്ങി, ഉയർത്താൻ തുടങ്ങി, ഉപയോഗിക്കാൻ തുടങ്ങി. ഏതാണ്ട് 10-15 വർഷമായി ഡിസംബർ മാസത്തിൽ ഏതാണ്ട് ഞങ്ങളുടെ സാധാരണ സഭക്കാരാ ഏതാണ്ട് 2.5 ലക്ഷം 3 ലക്ഷം രൂപയോളം, 2 ലക്ഷം, കഴിഞ്ഞ വർഷം 2 ലക്ഷം രൂപയോളം ഞങ്ങൾ ഈ ഡിസംബർ മാസത്തിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ തുടങ്ങി. ഇതെല്ലാം എൻ്റെ ചർച്ചിലെ ഈ സഹോദരിമാർ കൊണ്ട് തീർന്നു. ഔട്ട്സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ടും ഇല്ല. ഞങ്ങൾക്കിപ്പോ ഒരു സപ്പോർട്ടും ഇല്ല. എൻ്റെ വൈഫിന് ഒരു 2000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ വരുമാനം എന്ന് വെച്ചാൽ 2000 രൂപയാണ്. ചർച്ചയിൽ നിന്ന് കിട്ടുന്ന ഓൾമോസ്റ്റ്, എൻ്റെ കൂടെ പല അസിസ്റ്റന്റ് ദേവദാസന്മാരുണ്ട്. ഇപ്പോൾ ഒരാളുണ്ട്, പിന്നെ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പിന്നെ കുറച്ച് ഞങ്ങൾ വിഡ്രോ ചെയ്തു. അങ്ങനെ ദൈവം വളരെ ശക്തമായിട്ട്, ഞാൻ എന്നെ കേൾക്കുന്ന ഒരുപാട് ദേവദാസന്മാർ ഇത് അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരുപാട് അവർ കേൾക്കുമല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സക്സസ് എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് നമ്മൾ ജീവിക്കുക. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെയാ നമ്മൾ ദൈവത്തിന് വേണ്ടി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ എത്തുന്നു. അന്നാണ് ദൈവം നമുക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ബൈബിൾ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച ആരും വിശ്വാസത്തിലില്ല, ആരും ദൈവ വേലയ്ക്കില്ല. പല ദൈവദാസന്മാരെ ഞാൻ കണ്ടിട്ടുള്ളവര് ഇത് നല്ല ദൈവദാസനാണല്ലോ എന്നൊക്കെ ഇന്ന് പക്ഷെ അവരുടെ ഒരു അറിവുമില്ല. പക്ഷെ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവവേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയില്ലാത്ത ആ ഒരൊറ്റ കോൺസെപ്റ്റ് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ സുവിശേഷ വേലയ്ക്ക് എവിടെ നമ്മൾ സ്പോട്ട് ചെയ്യുന്നോ, ആ സ്പോട്ടിൽ നിന്ന് വേറൊരു സ്പോട്ടിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആവാതെ
നമ്മുടെ 24 hours നമ്മുടെ മിനിസ്ട്രിക്കകത്ത് നമ്മൾ ഇൻവോൾവ്മെന്റ് ആണെങ്കിൽ അവിടെ ഒരു വലിയ സക്സസ് നമുക്ക് തരും. പക്ഷെ നമ്മുടെ മിസ്റ്റേക്ക്, നമ്മൾ ചർച്ച് ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഇങ്ങനെ വാണ്ടറിങ് ചെയ്തുകൊണ്ട് നടക്കുക. നമ്മൾ ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ നമ്മുടെ ചർച്ചിന് കൊടുക്കാൻ നമുക്ക് സമയമില്ല, നമ്മുടെ വിശ്വാസിക്ക് കൊടുക്കാൻ സമയമില്ല. പാസ്റ്റർ ബിസിയാ. നമ്മുടെ സ്വന്തം കുടുംബത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബമാണ് നമ്മുടെ ചർച്ച്. നമ്മുടെ വിശ്വാസികൾ നമ്മുടെ മക്കളാണ്. നമ്മൾ അവർക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ടത്. അങ്ങനെ നമ്മൾ അധ്വാനിക്കുമ്പോൾ ദൈവം വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ഇടയായിത്തീരും. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഞങ്ങൾക്ക് ഒരു അറിവുമില്ല, ഞങ്ങൾക്ക് ബൈബിളിനെ കുറിച്ച് വലിയ ജ്ഞാനമില്ല, ഒരു ക്രിസ്തീയ പാരമ്പര്യമില്ല. എങ്ങനെയോ ഒരു ചെറിയ ദർശനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ദർശനം വെച്ച് ജീവിക്കാൻ തുടങ്ങി, പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ പറയുന്നു, ദില്ലിക്കകത്ത് ഏത് പ്രദേശത്ത് എവിടെ ഏത് ചർച്ചിൽ ചെന്നാലും ഒരു ചെയർ കിട്ടാതെ എനിക്ക് പറ്റത്തില്ല. ആരെങ്കിലും എവിടെങ്കിലും ഏതെല്ലാം മിനിസ്ട്രിക്കകത്ത് എവിടെ പോയാലും നമ്മൾക്ക് ഒരു മൈക്ക് തന്ന് നമ്മളെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പിക്കാതെ വിടത്തില്ല. അങ്ങനെ പല ദില്ലിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ദൈവസാഹന്മാരുമായിട്ട് കണക്ടിവിറ്റി, അവരുടെ പ്രാർത്ഥനയിൽ പോകാനും അവരുടെ ആവശ്യങ്ങൾക്ക് പോകാനും ഒക്കെ ദൈവം നമ്മൾ വളരെ എളിമപ്പെട്ട് നമുക്ക് വലിയ ജ്ഞാനങ്ങൾ. അതിനുശേഷം ദൈവം MD പഠിക്കാൻ തുടങ്ങി. MD പാസ്സായി. അതിനുശേഷം ചില ബൈബിൾ സ്റ്റഡികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല തരത്തിൽ ദൈവം നമ്മൾ ഒന്നുമില്ലാതെ ഇറങ്ങി തിരിച്ചു, ഒരു അറിവുമില്ലാതെ ഇറങ്ങി തിരിച്ചു, ഒരു നോളജും ഇല്ലാതെ ഇറങ്ങി തിരിച്ചു. ഒരു പൊട്ടനെ പോലെ ഇന്നും ദൈവസ്ഥാനം, ഇന്നും നമ്മൾ പൊട്ടനാ. ഇന്ന് ഞാൻ കർത്താവേ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, പാടാൻ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ദൈവദാസന്മാര് ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങി എന്ത് ചെയ്യണം, ഇന്നത്തെ കാലത്ത് എങ്ങനെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമെന്നുള്ള ചിന്താഗതി പലർക്കും ഉണ്ട്. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറയുന്നു, നമുക്കൊരു വിളി ഉണ്ടെങ്കിൽ ആ വിളിക്കകത്ത് മാത്രം നിൽക്കുക. ആ വിളിയിൽ നമ്മൾ വാക്കൗട്ട് ചെയ്യുന്നെങ്കിൽ, നടക്കുന്നുവെങ്കിൽ, ഇനി എന്തെല്ലാം പ്രതികൂലങ്ങൾ വരട്ടെ. ഞാൻ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിന് ശേഷം ഞാൻ 25-ലേറെ ഡോക്ടർമാരുടെ അടുത്ത് പോയി ദില്ലിക്കകത്ത്. എല്ലാ ദിവസവും ഞാൻ എല്ലാ ദിവസവും രോഗിയാ. ഞാൻ കേരളത്തിൽ നിന്ന് ഒരുപാട് പ്രാർത്ഥന ടീമിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ദൈവദാസന്മാരെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ആമേൻ. രോഗമൊന്നുമില്ല, പക്ഷെ ഞാൻ രോഗിയാ. 25-ലേറെ ഗംഗാറാമ, എയിംസ്, സെന്റ് സ്റ്റീഫന്, വലിയ വലിയ ഹോസ്പിറ്റലിൽ ഒരു പ്രാവശ്യത്തെ കൺസൾട്ടേഷൻ 700 രൂപ, 1000 രൂപ. ഇന്നൊരു മരുന്ന് കൊണ്ടുവരും, അതിനുശേഷം നാളെ വേറൊരു ഹോസ്പിറ്റലിൽ വേറെ മരുന്ന്. ഒരുപാട് മരുന്നുകള്, ഒരുപാട് പൈസ എനിക്ക് എൻ്റെ മെഡിക്കേഷന് വേണ്ടി പോയി. പക്ഷെ ഞാൻ ദൈവത്തിന്റെ നന്ദി പറയും, ഇന്ന് വരെ ഈ ശരീരത്തിനകത്ത് ദൈവം എനിക്ക് രോഗം തന്നിട്ടില്ല. എനിക്ക് കോവിഡ് സമയത്ത് ഞാൻ വിചാരിച്ചത് ഓൾമോസ്റ്റ് എല്ലാം തീർന്നെന്ന് വിചാരിച്ച. പക്ഷെ അവിടുന്ന് ദൈവം എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. 2019 എനിക്ക് ഷുഗർ പിടിച്ചു. പക്ഷെ ഇന്ന് ഞാൻ ഷുഗർ പേഷ്യന്റ് അല്ല. ദൈവം എനിക്ക് പരിപൂർണ സൗഖ്യം തന്നു. അങ്ങനെ പലതരത്തിലുള്ള 1-2 ഓപ്പറേഷൻസ് ഒക്കെ നടക്കേണ്ടി വന്നു. പല ട്രാജഡിയിൽ കൂടെ ഒക്കെ ദൈവം കൊണ്ടുപോയെങ്കിലും ദൈവം അവിടെ എല്ലാം ദൈവം നമ്മെ ശക്തീകരിക്കും. ഇന്നും ഞാൻ വളരെ ഗ്യാരണ്ടിയോടെ പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ ഒരു രോഗം പോലും ദൈവം, എന്നാൽ രോഗത്തിന്റെ അനുഭവത്തിൽ കൂടെ ദൈവം നടത്താൻ തുടങ്ങി. അതേ പ്രോസസ്സിൽ കൂടെ പോവേണ്ടി വന്നു. അതെല്ലാം നമ്മളെ ദൈവം ഒരുക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളെ ദൈവം താഴ്ത്തി, ഇസ്രായേൽ മക്കളെ പറയുന്ന പോലെ അത് പരീക്ഷിച്ച് താഴ്ത്തി. ആമേൻ. ആ ഒരു പ്രോസസ്സിൽ കൂടെ ദൈവം നമ്മെ കൂടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏത് ട്രാജഡി വരുമ്പോഴും, പ്രയാസമാകുമ്പോഴും നമ്മൾ അതിനകത്ത് കൂടുതൽ അങ്ങ് വറീഡ് ആവാതെ, നമ്മൾ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ, അതിനകത്തുള്ള ദൈവത്തിന്റെ പദ്ധതികളെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ ദൈവം ഒരുപാട് നമ്മളെ ഉപയോഗിക്കാനിടയായി തീരും. ഞാൻ പറയുന്നത്, ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേലയാണ്. ആമേൻ. ഞാൻ ഇന്ന് ചെയ്യുന്നത്, ഞാനൊരു വലിയ പ്രൗഢോടുകൂടി കർത്താവിന്റെ വേല ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ 1-2 കാര്യം, ഞാൻ എൻ്റെ വൈഫിനോട് ഒരു കല്യാണത്തിന് കൊടുക്കുന്ന ദഹേജ്, ഇതിന്റെ ഡവറി ഒന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. എൻ്റെ വൈഫ് പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം, എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ 1 പൈസ പോലും സ്ത്രീധനം വാങ്ങിക്കത്തില്ലെന്ന് പറഞ്ഞു, ചോദിക്കത്തുമില്ലെന്ന് പറഞ്ഞു. കാരണം അവളെ വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ ഒരുപാട് ചവിട്ടി താഴ്ത്തി പല വിഷയങ്ങളുണ്ട് എൻ്റെ പിന്നിൽ. അപ്പൊ ഞാനും പറഞ്ഞു, എനിക്ക് നിന്റെ 1 പൈസയും വേണ്ടാന്ന് പറഞ്ഞു. അവൻ എൻ്റെ ഒറ്റ ഗ്യാരണ്ടിയേ ഉള്ളൂ, ഞാൻ ഏത് സമയം ജോലി വിട്ട് ഇവിടെ വരും. എൻ്റെ ഒറ്റ ലക്ഷ്യം കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള. ഞാൻ ജോലി വിട്ട് വരുമ്പോൾ നിനക്ക് ഭക്ഷണത്തിന് കുറവുണ്ടാവത്തില്ല.
ബാക്കിയൊന്നും എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഭക്ഷണത്തിന് കുറവുണ്ടാവത്തില്ല, ബാക്കിയൊന്നും എനിക്ക് ഗ്യാരണ്ടി ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനാണെങ്കിൽ മാത്രം ഞാൻ 1.5 മണിക്കൂർ സംസാരിച്ചു. ആളുകളെല്ലാം വീട്ടിൽ പുറത്ത് കാത്തിരിക്കുക. ഒരു ദൈവദാസനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞങ്ങളുടെ കല്യാണത്തിന് ആരും ബന്ധുക്കളില്ലായിരുന്നു. ദൈവദാസന്മാരായിരുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ മുഴുവൻ. ദില്ലിയിലാണ് എൻ്റെ കല്യാണം. ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ദില്ലി വന്നത്. എൻ്റെ പ്ലാൻ ഇതായിരുന്നു, കല്യാണം കഴിച്ച് നാട്ടിൽ പോവുക, പിന്നെ ഗൾഫിൽ പോയി വരിക. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി കല്യാണത്തിൽ കൂടെ ദൈവം എന്നെ ഇവിടെ ഉറപ്പിച്ചു. അതിന് ശേഷം ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ പോലും ഞാൻ ദുബായിൽ പോകുമായിരുന്നു ജോലി ചെയ്യാൻ. കാരണം അത്രമാത്രം ഫൈനാൻഷ്യൽ ട്രാജഡി ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു കമ്പനിയായിരുന്നു ദൈവം എനിക്ക് തന്നത്. പക്ഷെ ഇന്ന് ആ കമ്പനിയിലൊക്കെ നിന്നിരുന്നെങ്കിൽ നമുക്കറിയാമല്ലോ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവരെ. പക്ഷേ ഞാൻ പറയുന്ന കാര്യം, ഞാനൊരു ജോലി ചെയ്യുന്നവനേക്കാൾ കൂടുതൽ ഞാൻ എന്നൊരു നല്ല ഷർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിന് ശേഷമേ ഉള്ളൂ. ഞാനൊരു നല്ല ഷർട്ട് ഇടുന്നത് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിന് ശേഷമാണ്. ഞാൻ ഗൾഫിൽ ജോലി ചെയ്യായിരുന്നു, പൈസ ഉണ്ടായിരുന്നു. അന്ന് കിട്ടാത്തൊരു സ്റ്റാൻഡേർഡ്, അന്ന് കിട്ടാത്തൊരു ലൈഫ്, അന്ന് കിട്ടാത്തൊരു സന്തോഷം ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഞാൻ നല്ല ഭക്ഷണം കഴിച്ചത് ഒരു സുവിശേഷ വേലക്കാരനായതിനു ശേഷമാണ്. ഇതെന്റെ ആത്മാർത്ഥതയിൽ നിന്ന് പറയുന്നതാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മളെല്ലാം കഴിച്ചിട്ട് ഗൾഫിലേക്ക് ഭക്ഷണം കുറവൊന്നും അല്ല പറഞ്ഞു. പക്ഷെ എൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഞാനൊരു നല്ല ഷർട്ട് ഇടുന്നത്, നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ഒരുപക്ഷെ പറഞ്ഞു ഞാൻ ഇന്ന് VIP പോലെ നടക്കുന്നത്. സുവിശേഷ വേലയ്ക്ക് നമ്മൾ എത്രമാത്രം സുവിശേഷ വേലയ്ക്ക് വില കൊടുക്കുന്നു, നമ്മൾ കർത്താവിന്റെ വേല എത്രമാത്രം മാനിക്കുന്നു, ആദരിക്കുന്നു. നമ്മൾ ഇന്നൊരു സുവിശേഷ വേല ചെയ്യുന്ന ഒരു വ്യക്തി, നമ്മൾ ചിന്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ആണെന്നുള്ള ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അവിടെയാണ് ദൈവം നമ്മെ ഉയർത്താൻ തുടങ്ങുന്നത്. ആമേൻ. പക്ഷെ നമ്മുടെ സാഹചര്യം ഒക്കെ വെച്ച് അതിനെ ഒരു ഡീഗ്രേഡ് ചെയ്താണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഞാൻ എൻ്റെ കർത്താവിന്റെ വേലയ്ക്ക് ഒരു കോട്ടവും വരാതെ എത്രമാത്രം ദൈവത്തിന്റെ വേലയെ എത്രമാത്രം ക്വാളിഫൈഡ് ആക്കാൻ പറ്റുമോ, എത്രമാത്രം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ, അത്തരണത്തിൽ ഞാൻ എൻ്റെ ചർച്ചിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും എൻ്റെ സുവിശേഷ വേലയിലെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോ ഞാൻ ദൈവത്തെ മാനിക്കാൻ തുടങ്ങിയതുകൊണ്ട് ദൈവം എന്നെ മാനിക്കാൻ തുടങ്ങി. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പെട്ടുപോകേണ്ടതായിരുന്നു. ഏതെല്ലാം ട്രാജഡികൾ എൻ്റെ ജീവിതത്തിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യം പറഞ്ഞു. ഒരുപാട് ട്രാജഡി, ലോകം പലതരത്തിലുള്ള വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴും ഞാൻ ഒന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഈ ലോകത്തിൽ എനിക്ക് വേറെ ആരുമില്ല, നീയാണ് എൻ്റെ മാതാവും പിതാവും. ഞാൻ ലജ്ജിപ്പാൻ അനുവദിക്കല്ലേ, ലജ്ജിച്ചു പോകാൻ അനുവദിക്കല്ലേ, ഒറ്റ പ്രാർത്ഥനയുള്ളൂ. അങ്ങനെ ദൈവം ഇത്രത്തോളം കാലം ഞങ്ങളെ കൊണ്ടുവന്നു, ഞങ്ങളെ കാത്തു. വലിയ ചർച്ചൊന്നും ആയിട്ടില്ലെങ്കിൽ തന്നെയും ഞങ്ങൾക്ക് കഴിയുന്നതിന്റെ അപ്പുറമായിട്ട് ഞങ്ങൾക്ക് അധ്വാനിക്കാൻ ദൈവം കൃപ തന്നു. അനേകരോട് ആയിരക്കണക്കിന് ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒരുപാട് അങ്ങനെയുള്ള സുവിശേഷ വേല ചെയ്യാൻ ഞങ്ങൾക്ക് ദൈവം ഒരുപാട് ഞങ്ങളെ സഹായിച്ചു. ഇന്നൊരു ചെറിയ സഭ ദൈവം തന്നിട്ടുണ്ട്, അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഞങ്ങൾക്ക് രാത്രിയും പകലും പലതരത്തിലുള്ള മിനിസ്ട്രി ഉണ്ട്. അങ്ങനെ ഞങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞങ്ങൾ ആ ദേശത്തിന് വേണ്ടി ചെയ്തു പോകുന്നു. ഞാൻ ഇവിടെ എന്തെങ്കിലും വിട്ടുപോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു കാര്യം ഒന്നും കൂടെ പറയുന്നു. എൻ്റെ വൈഫിന്റെ ഒരു എന്താ പറഞ്ഞ സ്ത്രീധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. പക്ഷേങ്കിൽ എൻ്റെ വൈഫ് എൻ്റെ ഒറ്റ അധ്വാനമായി ഇന്ന് ഞങ്ങളുടെ ചർച്ച്, ഞങ്ങളുടെ വീട്, ഹല്ലേലൂയ, ഒരു സ്ത്രീധനം വാങ്ങിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി അവൾ എനിക്ക് ജോലി ചെയ്ത് തന്നിട്ടുണ്ട്. ആമേൻ. ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ദൈവം നമുക്ക് ചെയ്യുന്ന എല്ലാം നല്ലതായിട്ടേ ചെയ്യാറുള്ളൂ. എൻ്റെ വൈഫ് ഒരു ജോലി ഉണ്ടായിരുന്നു, അവളുടെ സാലറിയും കാര്യങ്ങളും ഒക്കെ ചെയ്തായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, മോളെ നിന്റെ ജോലി നഷ്ടപ്പെടും, ഈ ചർച്ചിന്റെ കടം എന്ന് തീരുന്നു അന്ന് നിന്റെ ജോലി നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. വൈഫ് എന്നോട് ദേഷ്യപ്പെട്ടു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് പ്രോബ്ലം ഉണ്ടാവാൻ തുടങ്ങി, ജോലി പോയി. ഇപ്പോഴും എൻ്റെ വൈഫ് എന്നോട് തമാശയ്ക്ക് പ്രാർത്ഥിച്ച് എൻ്റെ ജോലി കളയിച്ചെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച എൻ്റെ ജോലി. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ എല്ലാത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട്. ദൈവത്തിന് എല്ലാത്തിനും ഒരു പ്ലാൻ ഉണ്ട്. ഞങ്ങൾ ചർച്ച് പണിതു, ഞങ്ങൾ വീട് വാങ്ങിച്ച 15 വർഷത്തെ ലോണില്ല, അതെല്ലാം അവിടെ സാലറി എന്നാ പോയെ. അതിനുശേഷം ഞങ്ങൾ ദൈവത്തിന്റെ വീട് പണിയാൻ തുടങ്ങി. ഏതാണ്ട് ഒരു 8-10 വർഷം അവിടെ സാലറി കൂടെ ലോൺ പോയി. അതെല്ലാം ചെയ്തു. അവിടുന്ന് ഇവിടെ ചില ഹെൽപ്സുകളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചു എന്നല്ലാതെ മൊത്തം 7 വർഷം ഞങ്ങൾ ലോൺ അടച്ചു. അപ്പോൾ ആ ഒരു പ്രൊജക്ട് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മോളെ നിർത്താൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, അല്ല, എന്നെ കേൾക്കുന്ന ഏത് ദൈവദാസന്മാരെ, ഏതെങ്കിലും നിങ്ങൾ എവിടെങ്കിലും സ്റ്റക്ക് ഔട്ടായി ഏതെങ്കിലും കാര്യത്തിൽ, നമ്മൾ
ഏറ്റവും കൂടുതൽ നമ്മൾ ദൈവത്തിന്റെ വേലയെ മാനിക്കുകയും ആദരിക്കുകയും ദൈവം നമുക്ക് തന്ന ആ ഒരു വിളിക്കനുസരിച്ച് നമ്മൾ നിന്നാൽ ദൈവത്തിന് എന്തെല്ലാം നമ്മെ കൊണ്ട് ചെയ്യിപ്പാൻ ദൈവം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അത് ദൈവം നമ്മളെ കൂടെ ചെയ്യിക്കും. ഈ ലോകത്തിലെ ആര് തന്നെ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് നിന്നാലും, ഈ ലോകത്തിലെ സർവ്വ അന്ധകാര ശക്തികൾ എല്ലാവരും ഒന്നിച്ചുകൂടി നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് നിന്നാലും നമ്മുടെ തലയിൽ ഒരു രോമം പോലും കൊഴിക്കാൻ ആ ശത്രുവിന് അധികാരമില്ല, അവകാശമില്ല. നമ്മുടെ ദൈവം എന്ന് വരെ ദൈവം നമ്മളോട് കൂടുണ്ടോ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർവ്വ ശുശ്രൂഷകളും ആ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കുക തന്നെ ചെയ്യും. അല്ല, ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി കർത്താവിന്റെ വിലപ്പെട്ട ദാസന് ഇങ്ങനെ അരോമ ടി വിയിൽ കൂടെ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ എനിക്ക് ദൈവം അവസരം തന്നല്ലോ. കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അണിയറ ശില്പികളും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു TV സംപ്രേഷണത്തിൽ കൂടെ ആയിരക്കണക്കിന് ആളുകൾ രക്ഷയിലേക്ക് വരട്ടെ, അവർ കർത്താവിന്റെ വചനങ്ങൾ കേൾക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവം തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഒരു നിമിഷം ഒരു ചെറിയ രീതിയിൽ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലവനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, നിന്റെ വിലപ്പെട്ട ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അരോമ ടി.വിയുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് വളരെ വിശാലമാകട്ടെ കർത്താവെ. 24 അവേഴ്സും കർത്താവെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരിക്കലും നിലയ്ക്കാത്ത തരത്തിൽ ഈ എൻ ടൈമിൽ കർത്താവെ സുവിശേഷം ലോകമെമ്പാടും അറിയിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഈ ഒരു TV പ്രൊജക്ടിനെ നീ ഉപയോഗിക്കുന്നതിനായിട്ട് നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അണിയറ ശില്പികളെയും, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ക്യാമറമാൻ, എഡിറ്റിംഗ്, ഇതെല്ലാവരെയും അനുഗ്രഹിച്ച് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയും ബലവും നിന്റെ കുഞ്ഞുങ്ങളോടും ദാസന്മാരോടും കൂടെ ഇരിക്കണം. അതോടൊപ്പം തന്നെ എളിയന്റെ ദാസന്റെ സാക്ഷ്യം ഇവിടെ പ്രസ്താവിക്കാൻ തക്കവണ്ണം കർത്താവെ നീ കൃപ ചെയ്തു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ അവസരം തന്നതിനായിട്ട് ഇത് കേൾക്കാൻ പോകുന്ന ഓരോരുത്തരെയും അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ഏതെല്ലാം പ്രതിസന്ധിയിൽ കൂടി ഇരിക്കുന്നു കർത്താവെ, അവർക്കൊരു വിടുതലിനും സൗഖ്യത്തിനും സമാധാനത്തിനും യേശുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കാൻ തക്കവണ്ണം ഇടയാകുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കൽ കൂടി എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വലിയ കരുണയും ദയയും എല്ലാവരോടും കൂടെ ഇരിക്കണമേ. ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അവരെ തൊട്ട് സൗഖ്യമാക്കണമേ, വിടുവിക്കുമാറാകണമേ. നിന്റെ വലിയ സൗഖ്യം അവരിലേക്ക് ഇറങ്ങട്ടെ, നിന്റെ വലിയ വിടുതൽ അവരിലേക്ക് ഇറങ്ങട്ടെ. ഏതെങ്കിലും അലേലിയ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾ കർത്താവെ നിന്റെ വേലയ്ക്ക് ഇറങ്ങുവാൻ മടിച്ചു നിൽക്കുന്നുവെങ്കിൽ കർത്താവെ, ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ലഭിക്കാതെ കർത്താവെ മടിച്ചു നിൽക്കുന്നുവെങ്കിൽ അടിയന്റെ സാക്ഷ്യം അവർക്കൊരു പ്രചോദനമായി തീരുവാൻ, അവർക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ലഭിക്കുവാൻ തക്കണം പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമേ. അവർക്ക് ഇതൊരു ഗൈഡ് ലൈനായിട്ട് കർത്താവെ നീ ഉപയോഗിക്കുമാറാകണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയന്റെ മാതാപിതാക്കൾ കർത്താവെ അടിയന് വേണ്ടി വലിയ നല്ല രീതിയിൽ അവർക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ കർത്താവെ അവരതെല്ലാം ചെയ്തു. കർത്താവെ, എങ്കിലും നിനക്ക് എന്നെ കുറിച്ചൊരു പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നുകൊണ്ട് കർത്താവെ നീ അടിയനെ വിളിച്ചു, വേർതിരിച്ചു കർത്താവെ, നിന്റെ ദാസനാക്കി തീർത്തു. ഹല്ലേലൂയ. അടിയനെ തന്ന കൃപയ്ക്കൊത്തവണ്ണം കർത്താവെ അടിയൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെ ലോകത്തുള്ള എല്ലാ മാതാപിതാക്കളും കർത്താവെ ഹല്ലേലൂയ, അടിയന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളും അവർ മക്കളെ കുറിച്ച് ഭാരപ്പെടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർ പ്രയാസപ്പെടുന്നുവെങ്കിൽ കർത്താവെ അവരുടെ കുഞ്ഞുങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കണം, അവരുടെ നല്ല നിലയാക്കണം. ആരെങ്കിലും സുവിശേഷ വേലയ്ക്കായി ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്കൊരു കോൺഫിഡൻസ് കൊടുത്ത് പരിശുദ്ധാത്മാവ് അവരിൽ നിറച്ച് ശക്തിയോട് ഇറക്കി കർത്താവെ അവരെ നല്ല ശക്തമായ നിലയിൽ നിന്റെ വേലയ്ക്കായി കർത്താവെ അവരെ ഒരുക്കുമാറാകണമേ എന്നടിയെ പ്രാർത്ഥിക്കുന്നു. തന്ന എല്ലാ സാവകാശത്തിനായി സ്തോത്രം. ധാരാളമായി അവിടെ നിന്ന് അനുഗ്രഹിക്കണം. വിശേഷ ദാനിയേൽ പാസ്റ്റർ കുടുംബത്തെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനായി നന്ദി, സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രഘുനാഥൻ പിള്ളൈ അവറുകൾ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു യാഥാസ്ഥിക നായർ കുടുംബത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി ദൈവം വിളിച്ചു വേർതിരിച്ചതായ ആ ജീവിതാനുഭവങ്ങൾ
ഒരു പക്ഷെങ്കിൽ നമ്മുടെ കണ്ണിന് മുൻപിൽ ഇതൊക്കെ ഒരു സാധാരണ സംഭവമായി ചില പ്രിയപ്പെട്ടവർക്കെങ്കിലും തോന്നാം. എന്നാൽ ദൈവത്തിൻ്റെ മഹാപദ്ധതിയുടെ ഭാഗവാക്കാകുവാൻ പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ സ്വർഗത്തിലെ ദൈവം പ്ലാൻ ചെയ്ത പ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഇതൊക്കെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തത്? പക്ഷെ ദൈവം മുന്നമേ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് വച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മുടെ ജീവിതത്തിൽ അതത് സമയങ്ങളിൽ വെളിപ്പെട്ട് വരുന്നു എന്ന് മാത്രം. ഈ ഭാഗ്യകരമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ പ്രിയ കർത്താവിൻ്റെ ദാസന്, കുടുംബത്തെ ദൈവം മുന്നേ കണ്ടതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം സമയം അരോമ TV പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തി. ദൈവം പിന്നെ അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി ഉത്തമ സാക്ഷ്യം വഹിപ്പാൻ സ്വർഗ കൃപ ചെയ്യട്ടെ എന്ന് ഇത്തരത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങൾക്ക് കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിച്ചാൽ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. കർത്താവ് നമ്മെല്ലാവരെ അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com